ഹായ് സ്റ്റുഡൻസ്, നീറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റേസിൻ്റെ യൂട്യൂബ് ചാനലിൽ നടത്തി വരുന്ന വൺ ഷോട്ട് സീരീസിൻ്റെ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ നീറ്റ് എക്സാം നമുക്കിനിയൊരു കഷ്ടിച്ചൊരു എനിക്ക് തോന്നുന്നു 50-60 ദിവസമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മെയിനായിട്ട് ഫിസിക്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യണം, എൻ സി ആർ ടിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. എൻ സി ആർ ടിയിൽ നമ്മൾ സോൾഡ് ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിലുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ച്, അപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫിസിക്സിൻ്റെ കേസ് നമുക്ക് എന്താക്കാം, സേഫ് ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. സാധാരണയായിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് ഒന്ന് മാക്സിമം നീറ്റിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ, മാക്സിമം 2 ക്വസ്റ്റ്യൻ വരെയാണ് ഇതിന്ന് ചോദ്യം വരാറുള്ളൂ. 2023 ഒറ്റ ക്വസ്റ്റ്യനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിരിക്കും, അതും നമുക്ക് വളരെയധികം പ്രശ്നമൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ +1 നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും റൊട്ടേഷണൽ മോഷൻ, പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്, നമ്മൾ അധികം തിയറി എന്ത് ചെയ്യുന്നില്ല, ആദ്യം ഡിസ്കസ് ചെയ്ത് വിടുന്നില്ല. ഓൾറെഡി നിങ്ങൾ തിയറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുകയാണ്, മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾക്ക് ഓരോ കൊല്ലത്തെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വരിവരിയായിട്ട് ഇങ്ങനെ ചെയ്ത് പോവാം. അതിൽ നമുക്ക് എന്ത് പറയാം, തിയറി പറയാം. ഫിസിക്സ് എപ്പോഴും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ആ ഒരു പാറ്റേണിലാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r about its own axis to the radius of gyration of a thin hollow sphere of same mass and radius about its axis. അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ സോളിഡ് സ്ഫിയറിൻ്റെയും സോളിഡ് സ്ഫിയറിൻ്റെയും ഹോളോ സ്ഫിയറിൻ്റെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്. സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സോളിഡ് സ്ഫിയർ അത് നമുക്കറിയാം. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ അത് എത്രയാണ്, 2/5 mr² ആണ്. നമുക്ക് അറിയാവുന്നൊരു കോൺസെപ്റ്റാണ്. 2/5 mr² ആണ് സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അതുപോലെ തന്നെ ഹോളോ സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഹോളോ സ്ഫിയർ അത് എത്രയാണ്, അത് 2/3 mr² ആണ്. 2/3 mr². അപ്പോൾ സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. അതുപോലെ തന്നെ ഹോളോ സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. 2/5 mr², 2/3 mr². ഇനി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഈ റേഡിയസ് ഓഫ് ഗൈറേഷനും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും തമ്മിലുള്ള റിലേഷന്? നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ നമ്മുടെ r², അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമുക്കറിയാം I = r² അല്ല, I = mk² ആണ്. സോ k² I/m ആണ്. സോ k √I/m ആണ്. ഇതാണ് ഇതിലെ k എന്ന് പറയുന്ന ഈ ടേമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സോളിഡ് സ്ഫിയറിൻ്റെയും അതുപോലെ തന്നെ ഹോളോ സ്ഫിയറിൻ്റെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നോക്കിയേ, അപ്പോൾ k സോളിഡ് സ്ഫിയർ ഈസ് ഈക്വൽ ടു √I ഡിവൈഡഡ് ബൈ എന്ത് വരും, I/m വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു √2/5 mr² ഡിവൈഡഡ് ബൈ m വരും. ഇതും കട്ട് ചെയ്ത് പോയാൽ √2/5 r വരും. വളരെ സിമ്പിൾ അല്ലേ, √2/5 r. ഇതാണ് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, സോളിഡ് സ്ഫിയറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അങ്ങനെയാണെങ്കിൽ ഹോളോ സ്ഫിയറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണ്, k ഹോളോ സ്ഫിയർ ഇസ് ഈക്വൽ ടു √I/m ഇസ് ഈക്വൽ ടു എന്ത് വരും, 2/3 mr² ഡിവൈഡഡ് ബൈ m വരും. m ക്യാൻസൽ ആയിപ്പോയില്ലേ. അപ്പോൾ എന്ത് വരും, ദിസ് ഇസ് ഈക്വൽ ടു √2/3 r വരും. r പുറത്താണ്, r നമ്മുടെ റൂട്ടിൻ്റെ പുറത്താണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവയുടെ റേഷ്യോ ആണ് അല്ലേ, എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസിലൊന്നും വ്യത്യാസമില്ല.
ഇവരുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? എന്തിൻ്റെ റേഷ്യോ ആണ്? സോളിഡ് സ്ഫിയറിൻ്റെയും ഹോളോ സ്ഫിയറിൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? കെ സോളിഡ് സ്ഫിയർ ഡിവൈഡഡ് ബൈ കെ ഹോളോ സ്ഫിയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? വളരെ സിമ്പിളാണ്. √2/5 ആർ ഡിവൈഡഡ് ബൈ √2/3 ആർ വരും. ആറും ക്യാൻസൽ ആയി പോയാൽ എന്ത് വരും? √2/5 ഇൻറ്റു 3/2 വരും. നമ്മൾ ഇത് ക്യാൻസൽ ആയി പോയാൽ √3/5 ആയിരിക്കും നമ്മുടെ ആൻസർ. √3/5. അപ്പോൾ നമുക്ക് നോക്കാം. √3/5 ഇവിടെ 3:5 എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു ഓപ്ഷനിൽ എറർ വന്നിരിക്കുന്നതാണ്. √3:5 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. എക്സാമിന് നീറ്റ് 2023 ഈ ഓപ്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആൻസർ വരുന്നത് എത്രയാണ്? √3:5 ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസർ കിട്ടും. കെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതൊന്നും ഓർത്ത് വെച്ചോ. റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I = mk², k = √I/n. വളരെ സിമ്പിൾ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡ് സ്ഫിയറിൻ്റെയും ഹോളോ സ്ഫിയറിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്ര സിമ്പിൾ ക്വസ്റ്റൻ ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് 2023 നീറ്റിൽ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 ക്വസ്റ്റ്യൻ നോക്കി. അതും റേഡിയസ് ഓഫ് ഗൈറേഷൻ ഒരു ക്വസ്റ്റൻ ആണ്. നോക്കി, അത്രയും സിമ്പിളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് a thin uniform disk about an axis passing through its center and normal to its plane to the radius of gyration of disk about its diameter. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, radius of gyration of thin uniform disk about an axis passing through its center and normal to its plane to the radius of gyration of disk about its diameter. ഓക്കെ, ഡിസ്കിൻ്റെ ഏത് ആക്സിസിലെയാണ്? ആക്സിസ് പാസിങ് ത്രൂ സെൻറ്റർ ആൻഡ് നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ ഇതാണ് ആക്സിസ്. അതിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? ഡിസ്കിൻ്റെ ഇത് നോക്കി, ഡിസ്കിൻ്റെ ഈ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ പാസിങ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ. നമുക്കറിയാം ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr²/2 അല്ലേ? mr²/2 ആണ് അല്ലേ? ആൻഡ് ഇത് ഒരു ആക്സിസ് ആണ്. ഈ രണ്ടാമത്തെ ആക്സിസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഡയാമീറ്റർ. ഡയാമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? അത് ഡിസ്കിൻ്റെ കേസിൽ എത്രയായിട്ട് വരും? I = mr²/4 ആയിരിക്കും. കാരണം ഡയമീറ്റർ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഏത് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എപ്പോഴും എന്തിൻ്റെ പകുതി ആയിരിക്കും? സെൻട്രൽ ആക്സിസിൻ്റെ പകുതി ആയിരിക്കും ഡയമീറ്റർ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. അപ്പോൾ mr²/2 mr²/4. ഇനി നോക്കിയേ, I = mr²/2 I = mr²/4 ആണെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഈ ആക്സിസിനെ ഞാൻ k1 കൊടുത്തു, അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷനെ k1 കൊടുത്തു. അപ്പോൾ എന്ത് വരും? √I/m വരും √mr²/2 ഡിവൈഡഡ് ബൈ m വരും. ഈ എമ്മും ഈ എമ്മും ക്യാൻസൽ ചെയ്ത് പോയാൽ r/√2 എന്ന് വരും അല്ലേ? ആ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ r/√2 എങ്കിൽ ഈ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ത് വരും? k2 = I/m വരും. നോക്കിയേ, mr² ഡിവൈഡഡ് ബൈ 4/m, m ക്യാൻസൽ ചെയ്ത് പോയാൽ r/2 എന്ന് വരും. വളരെ സിമ്പിൾ അല്ലേ? എങ്കിൽ വാട്ട് ഈസ് k1/k2? നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം. വാട്ട് ഈസ് k1/k2? k1/k2 = നോക്കിയേ r/√2 ഡിവൈഡഡ് ബൈ r/2. ആറും ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 2 മുകളിലേക്ക് പോയാൽ 2/√2. ആൻസർ എന്താ? √2:1. വളരെ സിമ്പിൾ അല്ലേ? √2:1 ആയിരിക്കും നമ്മുടെ എന്തിൻ്റെ ആൻസർ? നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ വരുന്നത് √2:1. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ 2022 ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിസ് ശ്രദ്ധിക്കണം. ഓക്കെ, ഫസ്റ്റ് തന്ന ആക്സിസ് ഏതാണ്? ആക്സിസ് പാസിങ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് നോർമൽ ടു ഇറ്റ്സ് പ്ലെയിൻ. അതാണ് നമ്മൾ പഠിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ആക്സിസ് അല്ലേ? അതിൻ്റെ ഡിസ്കിൻ്റെ ആരുടെ? ഡിസ്കാണ്. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? അത് mr²/2 ആണ്. ഇനി മറ്റേ ആക്സിസ് ഏതാണ്? മറ്റേ ആക്സിസ് എന്ന് പറയുന്നത് ഡയാമീറ്റർ ആക്സിസ് ആണ്. ഡയാമീറ്റർ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? മറ്റേ ആക്സിസിലെ പകുതിയാണ്. അത് ഓർത്ത് വയ്ക്കാം. മറ്റേ ആക്സിസിലെ പകുതി വരും. അപ്പോൾ mr²/2/2 mr²/4 വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. വളരെ സിമ്പിൾ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഓക്കെ, 2020 നീറ്റിലെ ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ദ ഒറിജിൻ വെൻ എ ഫോഴ്സ് ഓഫ് 3 J cap Newton acts on the particle whose position vector is 2 K cap meter. ഓക്കെ, പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്, ആർ വെക്റ്റർ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 2 K cap മീറ്റർ ആണ് അല്ലേ. അതിൻ്റെ ഫോഴ്സ് തന്നിട്ടുണ്ട്. നോക്കിയേ, എഫ് വെക്റ്റർ ഇസ് ഈക്വൽ ടു 3 J cap ന്യൂട്ടൺ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടോർക്കാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, ഇത് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിളാണ്. നോക്കിയേ, ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോർക്ക് ടോ വെക്റ്റർ ഈസ് ഈക്വൽ ടു ആർ വെക്റ്റർ ക്രോസ് എഫ് വെക്റ്റർ ആണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ആർ എഫ് സൈൻ തീറ്റ. ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ലേ, ആർ എഫ് സൈൻ തീറ്റ ആണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടോ വെക്റ്റർ ഈസ് ഈക്വൽ ടു, നോക്കിയേ, ആർ വെക്റ്റർ എന്താ? 2 K ക്യാപ്പ് ക്രോസ് എന്ത് വരും? 3 J ക്യാപ്പ്. വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണ്. നോക്കിയേ, 2 × 3 6 ഇൻറ്റു കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ്. വളരെ സിമ്പിൾ. എങ്ങനെ ചെയ്യാം? ഈ കെ ക്രോസ് ജെ ഒക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? കെ ക്രോസ് ജെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ അറിയാം അല്ലേ. AIJK നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി കെ ക്രോസ് ജെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദേ ഇങ്ങനെ പോകുന്നു. കെ ക്രോസ് ജെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അടുത്ത ആളാണ്. പക്ഷേ ഇതിൻ്റെ യൂഷ്വൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്നതിന് പകരം കെ ക്രോസ് ജെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. സോ കെ ക്രോസ് ജെ ഈസ് മൈനസ്. സോ 6 × മൈനസ് ഐ ക്യാപ്പ് ആൻഡ് ആൻസർ ഇസ് മൈനസ് 6 ഐ ക്യാപ്പ് ന്യൂട്ടൺ മീറ്റർ. ആൻസർ ഇസ് മൈനസ് 6 ഐ ക്യാപ്പ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ആൻഡ് റോളിംഗ് മോഷൻ സിലബസിൽ ഉണ്ടോ സൽമാൻ? അല്ലേ, റോളിംഗ് മോഷൻ നമുക്ക് JEE സിലബസിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഏത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പഠിച്ചു വയ്ക്കാം. വലിയ കാര്യമായിട്ട് എന്ത് ചെയ്യണ്ട, നോക്കണ്ട. JEE സിലബസിൽ ഉണ്ടായിരുന്നു, നീറ്റ് സിലബസിൽ അങ്ങനെ പറയുന്നില്ല. എങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടി. -6 ഐ ക്യാപ്പ് ന്യൂട്ടൺ മീറ്റർ ആണ് നമ്മുടെ ആൻസർ. റെഡി? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 2019 ക്വസ്റ്റ്യൻ നോക്കി. A solid cylinder of mass 2 kg, mass 2 kg and radius 4 cm is rotating about its axis at the rate of 3 rpm. 3 rpm കടന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. The torque required to stop after 2 pi revolutions is. 2 pi revolutionsന് ശേഷം ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർഡ് ടോർക്ക് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സോളിഡ് സിലിണ്ടറിൻ്റെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാസ് തന്നിട്ടുണ്ട്, മാസ് 2 കിലോഗ്രാം ആണ്. റേഡിയസ് തന്നിട്ടുണ്ട്, റേഡിയസ് ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 4 × 10⁻⁻² മീറ്റർ. ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് അറ്റ് ദ റേറ്റ് ഓഫ് 3 rpm. സോ ഫ്രീക്വൻസി ഈസ് ഗിവൺ, ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. 3 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ് അല്ലേ. എങ്കിൽ നമുക്കതൊന്ന് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi ഇൻറ്റു ഫ്രീക്വൻസി ആണ് അല്ലേ. ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi ഇൻറ്റു ഫ്രീക്വൻസി ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 2 pi ഇൻറ്റു 3 rpm ആണ്. പക്ഷേ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. റൊട്ടേഷൻസ് പെർ മിനിറ്റിനെ നമ്മൾ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആക്കണം. റൊട്ടേഷൻസ് പെർ മിനിറ്റിനെ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ നമ്മൾ 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 20 and 10. So answer is pi by 10 radian per second. And നമ്മുടെ ഒമേഗ നമുക്ക് അതൊന്ന് കിട്ടി. ആൻഡ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, the torque required to stop the after 2 pi revolutions is. So 2 pi revolutions ഇത് കടന്ന് കറങ്ങും. അപ്പോൾ what is the angular displacement? സോ ഒരു തവണ കടന്ന് കറങ്ങാൻ വേണ്ട, ഒരു തവണ കടന്ന് കറങ്ങുമ്പോൾ ഇത് കവർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? നോക്കി, ഒരു തവണ ഒരു പോയിന്റിന് ചുറ്റും കറങ്ങാൻ നമ്മൾ ഇത് കവർ ചെയ്യേണ്ട ആംഗിൾ എത്രയാണ്? അത് 2 pi റേഡിയൻ ആണ്. ഒരു തവണ കറങ്ങാൻ ഇവിടെ നമുക്ക് വേണ്ട ആംഗിൾ 2 pi റേഡിയൻ ആണ്. സോ 2 pi റെവല്യൂഷൻസ് ആണ് ഇത് കടന്ന് കറങ്ങുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ആംഗിൾ കവേർഡ്? ദാറ്റ് ഈസ് 2 pi ഇൻറ്റു 2 pi അല്ലേ. 2 pi ഇൻറ്റു 2 pi. ഒരു റെവല്യൂഷന് വേണ്ടത് 2 pi റേഡിയൻ. ഒരു റെവല്യൂഷന് 2 pi റേഡിയൻ അല്ലേ. ഒരു റെവല്യൂഷനിൽ കവർ ചെയ്യുന്നത് 2 pi റേഡിയൻ. സോ 2 pi റെവല്യൂഷൻസിൽ കവർ ചെയ്യുന്നത് എത്രയാണ്? 2 pi ഇൻറ്റു 2 pi ദാറ്റ് ഈസ്
4π² റേഡിയൻ ആംഗിൾ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ദ ടോർക്ക് റിക്വയർഡ് ടു സ്റ്റോപ്പ് ആഫ്റ്റർ 2π റെവല്യൂഷൻസ് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം, നമുക്ക് ഓക്കെ സോളിഡ് സിലിണ്ടർ ആണ് എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ, പറഞ്ഞേ. സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്രയാണെന്ന് പറഞ്ഞേ. ഓക്കെ W കാണാൻ ഡയറക്റ്റ് π/30 മതി ഡയറക്റ്റ് π/30 ചെയ്താൽ മതി. ഞാനതിൻ്റെ യൂഷ്വൽ വേ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി, π/30 കൊണ്ട് ഇൻറ്റു ചെയ്താലും വളരെ ഈസി ആയിട്ട് കിട്ടും. ഞാൻ 2πf നമ്മുടെ ബേസിക് ഇക്വേഷൻ വെച്ച് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ സൽമാൻ. റെഡി. അപ്പോൾ I ഈസ് ഈക്വൽ ടു എന്ത് വരും, സോളിഡ് സിലിണ്ടറിൻ്റെ ഐയുടെ വാല്യൂ എത്രയാ, സോളിഡ് സിലിണ്ടറിൻ്റെ ഐൻ്റെ വാല്യൂ എത്രയാ, പറഞ്ഞേ. സോളിഡ് സിലിണ്ടർ ഈസ് സിമിലർ ടു ഡാഷ് ഡിസ്ക് അല്ലേ. സോളിഡ് സിലിണ്ടർ ഡിസ്കിന് സിമിലർ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാ, mr²/2 അല്ലേ. mr²/2 ആണ് സോളിഡ് സിലിണ്ടറിൻ്റെ ഐൻ്റെ വാല്യൂ. വളരെ സിമ്പിൾ അല്ലേ. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യും, ഇത്രയും കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന ഇക്വേഷൻ ഏതാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം. നോക്കി, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാലോ അല്ലേ, W വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു തീറ്റ. നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കില്ലേ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിന് പകരം നമുക്ക് ടോ ഇൻറ്റു തീറ്റ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½I⍵². ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ലേ. കൈനറ്റിക് എനർജി ഇൻ റൊട്ടേഷണൽ മോഷൻ അല്ലേ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ I⍵² ആണ്. വർക്കും കൈനറ്റിക് എനർജിയും ഒരേ തൂവൽ പക്ഷികളാണ്. വർക്കും എനർജിയും ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതാമെങ്കിൽ ടോ ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു ½I⍵² എന്നെനിക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. ടോ ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു ½ എന്താ അവിടെ തന്നിരിക്കുന്നത്, അത് mr²/2 ആണ് അല്ലേ. mr²/2 ആണ്, കാരണം സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടർ ഈസ് സിമിലർ ടു ഡിസ്ക് ഇൻറ്റു ഒമേഗ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാം നമുക്കറിയാം. നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കിയേ, ടോ ഇൻറ്റു തീറ്റ, ടോ ഇൻറ്റു വാട്ട് ഈസ് തീറ്റ, 4π² അല്ലേ, 4π² ആണ്. സോ 4π² ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു വാട്ട് ഈസ് മാസ് ഓഫ് ദി ബോഡി. മാസ് തന്നിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 കിലോഗ്രാം ആണ് അല്ലേ, 2 കിലോഗ്രാം ആണ്. ഇൻറ്റു എന്ത് വരും, r². വാട്ട് ഈസ് റേഡിയസ്, 4 × 10⁻² whole square. So what is 4 × 10⁻² whole square? It is 16 × 10⁻4 divided by what is omega. Omega is π/10 അല്ലേ. അപ്പോൾ π/10 whole square, π²/100. ആൻസർ is π²/100. റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, ഡിവൈഡഡ് ബൈ 2. ദർ ഇസ് 2 അല്ലേ, 2 അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എന്ത് വരും ആൻസർ, 2 പോയി. നോക്കിയേ, π² പോയി, 4 16 4, 2 2 അല്ലേ. So answer is torque is equal to 2 × 10⁻⁻4 into 10⁻, ഇവിടുന്ന് കയറി വന്നു അല്ലേ, -2. ആൻസർ ഈസ് 2 × 10⁻⁻6 ന്യൂട്ടൺ മീറ്റർ. ആൻഡ് ദിസ് ഈസ് അവർ ആൻസർ അല്ലേ. 2 × 10⁻⁻6 ന്യൂട്ടൺ മീറ്റർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. വളരെ സിമ്പിളായിട്ട് കിട്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള കാര്യം, ഈ ഭാഗങ്ങളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കുക. W is equal to ടോ ഇൻറ്റു തീറ്റയും അതുപോലെ തന്നെ K is equal to ½I⍵² നമ്മൾ ലിങ്ക് ചെയ്യണം. എങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ആൻസർ കിട്ടും. ഓക്കെ സൽമാൻ 2. ഓക്കെ 2 × 10⁻⁻6 ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. റെഡി. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കൺവേർഷൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഒമേഗ കൺവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2019 ജിപ്മറിൽ ചോദിച്ച ചോദ്യമാണ് ഇനി അടുത്തത്. 2019 ജിപ്മറിൽ വന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. 2 disks have mass ratio 1:2 and diameter ratio 2:1. Then find the ratio of their moment of inertia. 2 ഡിസ്ക് ഉണ്ട്, അതിൻ്റെ മാസുകളുടെ റേഷ്യോ m1:2 m2 is equal to 1:2 ആൻഡ് ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുമ്പോൾ റേഡിയസ് റേഷ്യോ എടുത്താൽ r1:2 r2 is equal to 2:1. ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ ആയതുകൊണ്ട് നമ്മൾ എന്തെടുത്താൽ മതി, നമ്മുടെ
R1 is to R2 എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? ഡിസ്ക് ആണ്, ഡിസ്ക് ആയിക്കോട്ടെ. അപ്പോൾ I1 is equal to M1 R1 square divided by 2. ഓക്കെ, നമുക്ക് ചെറുതിടാം. M1 R1 square divided by 2 divided by M2 R2 square divided by 2 cancelled. M1 by M2 into R1 by R2 whole square. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാം. What is this 1 by 2 into that is R1 by R2, it is 2. അപ്പോൾ 2 by 1 square. So 1 by 2 into 4 by 1, answer is 2:1 അല്ലേ? 2:1 ആണ് നമ്മുടെ എന്ത് വരുന്നത്? ആൻസർ വരുന്നത് 2:1. ആൻസർ ഇസ് ഓപ്ഷൻ എ. റെഡി? 2:1 ആണ് ആൻസർ വരുന്നത്. സൽമാൻ കിട്ടി. ഓക്കെ, 2:1 ഇസ് അവർ ആൻസർ. വളരെ സിമ്പിൾ. ഓക്കെ, ജിപ്മറിൽ ചോദിച്ച ചോദ്യമാണ്. 2019 ജിപ്മറിൽ ചോദിച്ച ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. റെഡി? അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. എ, യെസ്, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൊമെന്റ് ഓഫ് ഫോഴ്സ് F is equal to 4i plus 5j minus 6k at 2, -3 about the point 2, 0, minus 3 ഉണ്ട്. 2, 0, minus 3 about the point 2, -2, -2 is given by moment of force. What is called as moment of force? എന്തിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്? നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് മീൻസ് ടോർക്ക് അല്ലേ? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോർക്കാണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് ആരാണ്? ടോർക്കാണ്. നമ്മൾ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ടോ ഇസ് ഈക്വൽ ടു ആർ വെക്റ്റർ ക്രോസ് എഫ് വെക്റ്റർ അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഫുള്ള് വെക്റ്റർ ഫോമിലാണ്. അപ്പോൾ നമ്മൾ ആർ ക്രോസ് എഫ് ചെയ്യണം. എഫ് ഓൾറെഡി ഗിവൺ ആണ്, എഫ് തന്നിട്ടുണ്ട്. പക്ഷെ എഫ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആർ ഇവിടെ തന്നിട്ടില്ല. ആർ കണ്ടുപിടിക്കണം. ആർ എങ്ങനെ കണ്ടുപിടിക്കാം? സോ അറ്റ് പോയിന്റ് 2, 0, -3 എബൌട്ട് ദ പോയിന്റ് 2, -2, -2. സോ ഈ പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തി ആ പോയിന്റിലെ ആണ് ചോദിച്ചിരിക്കുന്നത്, ടോർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. സോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? സോ ഇതാണ് റെഫറൻസ് പോയിന്റ്. സോ ആ കോർഡിനേറ്റ് എന്താ? റെഫറൻസ് പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? R1 കോർഡിനേറ്റ് എന്താ? 2, -2, -2 ആൻഡ് R2 കോർഡിനേറ്റ് എന്താ? R2 കോർഡിനേറ്റ് 2, 0, -3. സോ വാട്ട് ഈസ് ദ പൊസിഷൻ വെക്റ്റർ? നമ്മൾ എങ്ങനെ പൊസിഷൻ വെക്റ്റർ കണ്ടുപിടിക്കും? നോക്കിയേ, പൊസിഷൻ വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കി, ഇത് ഈ കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, ഐ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ x1 x2 ആൻഡ് സോറി x1 y1 ആൻഡ് ഓക്കെ x1, y1, z1 and this is our x2, y2, z2. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പൊസിഷൻ വെക്റ്റർ ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, x2 - x1 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് റെഡി y2 - y1 ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് z2 - z1 ഇൻറ്റു കെ ക്യാപ്പ്. റെഡി? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പൊസിഷൻ വെക്റ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് വരും? വാട്ട് ഈസ് x2? x2 is 2 മൈനസ് വാട്ട് ഈസ് x1? അതും 2 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് വാട്ട് ഈസ് y2? y2 is 0 മൈനസ് വാട്ട് ഈസ് y1? -2 ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് വാട്ട് ഈസ് z2? z2 എന്താണ്? അത് -3 ആണ്. z2 is -3 ആൻഡ് വാട്ട് ഈസ് z1? ദാറ്റ് ഈസ് -2 ഇൻറ്റു കെ ക്യാപ്പ്. റെഡി? അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? ദിസ് ഈസ് ഈക്വൽ ടു 2 - 2 ദാറ്റ് ഈസ് 0 ഐ ക്യാപ്പ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ഐ പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് -3 പ്ലസ് 2 -1 ദാറ്റ് ഈസ് -1 കെ ക്യാപ്പ്. റെഡി? സോ ദിസ് ഈസ് അവർ ആർ വെക്റ്റർ. ഇതാണ് നമ്മുടെ ആർ വെക്റ്റർ. റെഡി? ഓക്കെ, അപ്പോൾ ഡി ആൻസർ കിട്ടി. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടി. റെഡി? അങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് ആർ വെക്റ്റർ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആർ വെക്റ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ടോ വെക്റ്റർ ഈസ് ഈക്വൽ ടു ആർ വെക്റ്റർ ക്രോസ് എഫ് വെക്റ്റർ ചെയ്തുകൂടെ? അപ്പോൾ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു ആർ വെക്റ്റർ എന്താ? റെഡി? നമ്മൾ ഇങ്ങനെ എഴുതി ഐ ജെ കെ. യെസ്, ആർ വെക്റ്ററിൻ്റെ കോഎഫിഷ്യൻസ് എന്താ നോക്കിയേ? 0, 2, -1 ആൻഡ് എഫ് വെക്റ്ററിൻ്റെ കോഎഫിഷ്യൻസ് എന്താ? ഇവിടെ തന്നിട്ടുണ്ട് 4, 5, -6 അല്ലേ? 4, 5, -6. വളരെ സിമ്പിൾ അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു എന്ത് വരും?
-12 -5 റെഡി -j ഇൻറ്റു ഇത് കാണാൻ അറിയും എന്ന് വിചാരിക്കുന്നു അല്ലേ, ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ഇത് ആൻസർ പറഞ്ഞു സൽമാൻ ഡി, ഓപ്ഷൻ ഡി. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. -j ഇൻറ്റു എന്ത് വരും 0 -4 അല്ലേ, j ഇൻറ്റു 0 -4 റെഡി പ്ലസ് k ക്യാപ് ഇൻറ്റു എന്ത് വരും 0 -8 റെഡി 0 -8. സോ ആൻസർ ഈസ് -12 + 5 -7 -7 i ക്യാപ്പ് minus plus I -4 j cap -8 k cap. Ready? -7 I cap -4 j cap -8 k cap is our answer. So answer is option D. Correct ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. -7 I cap -4 j cap -8 k cap. ഓക്കെ, അപ്പോൾ ഇത് 2018 നീറ്റിലെ ക്വസ്റ്റൻ ആണ്. 2018 വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്ഫിയർ ഇസ് 2018 തന്നെ ചോദിച്ച അടുത്തൊരു ചോദ്യം കേട്ടോ. എ സോളിഡ് സ്ഫിയർ ഇസ് റൊട്ടേറ്റിംഗ് ഫ്രീലി അബൌട്ട് ഇറ്റ്സ് സിമെട്രി ആക്സിസ് in free space. The radius of the sphere is increased, keeping its mass same. Which of the following physical quantities would remain constant for the sphere? So ഒന്നും നോക്കാല്ല, it is rotating freely about its symmetry എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. it is rotating freely about its symmetry എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീലി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നത് 0 ആയിരിക്കും. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആംഗുലർ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ടോ ഈസ് ഈക്വൽ ടു dl/dt. So if external torque acting on a body is equal to 0, then total angular momentum will remains constant. So this is law of conservation of angular momentum. Okay, law of conservation of angular momentum. So option D is a correct answer. Salman correct ആയിട്ട് പറയുന്നുണ്ട്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2018 എയിംസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. 2018 എയിംസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. A thin horizontal circular disk is rotating about a vertical axis. ഒരു ഹൊറിസോണ്ടൽ ഡിസ്ക് ഉണ്ട്, സർക്കുലർ ഡിസ്ക് ഉണ്ട്, is rotating about a vertical axis passing through its center. An insect is at rest at a point near the rim of the disk. നോക്കിയേ, ഒരു ഇൻസെക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ, ഒരു ഇൻസെക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, near the rim of the disk. The insect now moves along the diameter of the disk to reach the other end. നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, ഇൻസെക്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. നോക്കിയേ, ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഡ്യൂറിങ് ദ ജേർണി ഓഫ് ദ ഇൻസെക്റ്റ് ദ ആംഗുലർ സ്പീഡ് ഓഫ് ദ ഡിസ്കിന് എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ്ലി ഡിക്രീസ്, കണ്ടിന്യൂസ്ലി ഇൻക്രീസ്, ഫസ്റ്റ് ഇൻക്രീസ് ദെൻ ഡിക്രീസ്, റിമെയിൻസ് അൺചേഞ്ച്ഡ്. 4 ഓപ്ഷനാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യും, കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യും, ഈ ഫസ്റ്റ് ഇൻക്രീസ് ദെൻ ഡിക്രീസ്, റിമെയിൻസ് അൺചേഞ്ച്ഡ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഓക്കെ, എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓക്കെ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. സ്വാതി ഹായ്, സഞ്ജയ് ഹായ്, സൽമാൻ ഒന്ന് കമൻറ്റ് ചെയ്തേ. വളരെ സിമ്പിളാണ്. നോക്കിയേ, നമുക്കറിയാം ഇൻസെക്റ്റ് ദേ ഇങ്ങോട്ട് വരുമ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഇൻസെക്റ്റിലേക്കുള്ള ദൂരം 6 കുറഞ്ഞു വരികയാണ് അല്ലേ. ഇൻസെക്റ്റ് ഈസ് അപ്രോച്ചിങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നോക്കി, ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഇൻസെക്റ്റ് അപ്രോച്ച് ചെയ്യാണ്, ആക്സിസിലേക്ക് ഇൻസെക്റ്റ് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ 6 എന്ന് പറയുന്ന ആ റേഡിയസ് കുറയും. 6 കുറഞ്ഞാൽ നോക്കിയേ, 6 കുറയും. അപ്പോൾ ഫസ്റ്റ് കേസിൽ 6 കുറയും. ഇനിയോ ഇവിടെ നിന്ന് ആക്സിസിൽ നിന്ന് ഈ ഇൻസെക്റ്റ് ഇങ്ങനെ അകന്ന് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആക്സിസിൽ നിന്ന് ഇൻസെക്റ്റ് ഇങ്ങനെ അകന്ന് പോകുമ്പോൾ 6 കൂടും അല്ലേ. അപ്പോൾ 6 ഇങ്ങനെ കൂടി വരും. കാരണം പിന്നെയും എന്തിലേക്ക് പോവാണ്? റിമ്മിൻ്റെ അടുത്തേക്ക് പോവാണ്, അകന്ന് പോവാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ 6 കൂടും. അപ്പോൾ 6ന് വരുന്ന മാറ്റം ഇതാണ്. 6ന് ഈ മാറ്റം വരികയാണെങ്കിൽ what will happen to the angular speed of the insect? ആംഗുലർ സ്പീഡിന് എന്ത് സംഭവിക്കും? വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഇൻസെക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ആക്സിസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ 6 കുറയും, ആൻഡ് ആക്സിസിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 6 കൂടും.
അപ്പോൾ എന്താ സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആംഗുലർ സ്പീഡ്? നമുക്കറിയാം ഇവിടെയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എൽ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലർ മൊമെൻറ്റം വിൽ ആൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ എം ഇൻറ്റു വി ഇൻറ്റു ആർ അല്ലേ, എം ഇൻറ്റു വി ഇൻറ്റു ആർ അതെന്തായിരിക്കും? അല്ലെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഐ ഒമേഗ പറയാം അല്ലേ, ഐ ഒമേഗ പറയാം. നമുക്ക് അത് വെച്ച് അനലൈസ് ചെയ്യാം. ഐ ഒമേഗ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ അല്ലേ, എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗയാണ്. ഐ ഒമേഗ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐ ഒമേഗ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നോക്കിയേ, ഐ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ആണ് അല്ലേ. ഐ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ? എം ആർ സ്ക്വയർ ആണ്. എം ആർ സ്ക്വയർ ഒമേഗ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എം ആർ സ്ക്വയർ ഒമേഗ അവിടെ എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ആറ് കുറയുമ്പോൾ ഒമേഗ എന്ത് ചെയ്യണം? കൂടണം. എങ്കിലേ ഇതിൻ്റെ ഇതെന്തായിട്ട് നിൽക്കും? മാസ് മാറുന്നില്ല. അപ്പോൾ ആറ് കുറയുകയാണെങ്കിൽ ഒമേഗ എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്ത് സംഭവിക്കും? ആറ് കുറയുമ്പോൾ ഒമേഗ കൂടും. അപ്പോഴേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അവിടെ അപ്ലിക്കബിൾ ആവുള്ളൂ അല്ലേ. അപ്പോഴാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അവിടെ അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ആറ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അതിനനുസരിച്ച് ഒമേഗ കുറയുകയാണ് വേണ്ടത് അല്ലേ. ആറ് കൂടുമ്പോൾ ഒമേഗ എന്ത് ചെയ്യണം? കുറയണം. സോ ആറ് കുറയുമ്പോൾ ഒമേഗ കൂടും, ആറ് കൂടുമ്പോൾ ഒമേഗ എന്ത് ചെയ്യും? കുറയും. എങ്കിലേ ഈ സാധനം എന്തായിട്ട് നിലനിൽക്കുള്ളൂ? കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുള്ളൂ. സോ ആദ്യത്തെ കേസിൽ ഒമേഗ ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യും, കാരണം ഇൻസെക്റ്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഒമേഗ എന്ത് ചെയ്യും? ഒമേഗയ്ക്ക് എന്താ സംഭവിക്കുക? ഒമേഗ കുറയുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്. ഫസ്റ്റ് കൂടുന്നു പിന്നെ കുറയുന്നു. സി ആണ് ആൻസർ. സൽമാൻ, സി ആണ് ആൻസർ. ഓക്കെ, സഞ്ജയ് ഹായ് റെഡി. അപ്പോൾ സി ആണ് നമ്മുടെ എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസെക്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആറ് കുറയുന്നു. ആദ്യം ആക്സിസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആറ് കുറയുന്നു, കാരണം ആക്സിസിൽ നിന്നുള്ള ദൂരമാണ് എപ്പോഴും നമ്മൾ ആറായിട്ട് എടുക്കേണ്ടത്. പിന്നെ ആക്സിസിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആറിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. അപ്പോൾ ആദ്യം ആറ് കുറയുന്നു, പിന്നെ ആറ് കൂടുന്നു. ആറിൻ്റെ മാറ്റം എങ്ങനെ ഒമേഗനെ ബാധിക്കുന്നു? ഇവിടെ എല്ല് കോൺസ്റ്റൻ്റ് ആണ്. എല്ല് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? എല്ല് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐ ഒമേഗ കോൺസ്റ്റൻറ്റ്, എം ആർ സ്ക്വയർ ഒമേഗ കോൺസ്റ്റൻറ്റ്, മാസ് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറ്റിക്കോ. ആറ് സ്ക്വയർ ഒമേഗ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക് ചെയ്യാൻ പറ്റും. ബി അല്ല, സി ആണ് ആൻസർ. റെഡി. ഇപ്പോൾ 2018 എയിംസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജിപ്മർ 2018 ജിപ്മർ എക്സാമിന് ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Find the ratio of radius of gyration of disk and a ring of same radii at their tangential axis in the plane. Okay, same radii at their tangential axis in the plane. Okay, tangential axis in the plane ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഡിസ്ക് ആണ് ആദ്യത്തെ പുള്ളി, റിംഗ് ആണ് അടുത്ത പുള്ളി. അപ്പോൾ ഞാൻ ആദ്യം റിങ്ങിനെ എടുക്കുന്നു. റിങ് നമുക്ക് അറിയാവുന്ന ആളാണ്. അപ്പോൾ റിങ്ങിൻ്റെ ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദ പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മളൊരു വള നമ്മുടെ ബെഞ്ചിൻ്റെ അല്ലെങ്കിൽ ബുക്കിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? വള വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ടാൻജൻറ്റിൽ ഒരു പേന വെക്കുക. അപ്പോൾ അതാണ് ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദ പ്ലെയിൻ അല്ലേ. ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദ പ്ലെയിൻ അതാണ്. ഇനി വേറൊരു സംഭവം വരാം, ഈ ടാൻജൻഷ്യൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനും വരാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഈ ഒരു കൈ നിങ്ങൾ റിംഗ് ആയിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഇതാണ് ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദ പ്ലെയിൻ. ഓക്കെ, ഇതാണ് റിങ്ങിൻ്റെ പ്ലെയിന്, ഇതാണ് ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദ പ്ലെയിൻ. ഇനി വേറൊരു സാഹചര്യം കൂടി ഇവിടെ വരാം. ഏതാ സാഹചര്യം? ടാൻജൻഷ്യൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതേതാണ് ഈ ടാൻജൻഷ്യൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ? അതിങ്ങനെയാണ്. നോക്കിയേ, കാരണം എന്താ? ഇതാണ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ടാൻജൻഷ്യൽ ആക്സിസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുക, അപ്പോൾ രണ്ട് രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദ പ്ലെയിൻ, അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോട്ടോ, ഇതിൻ്റെ നേരെ പാരലായിട്ട് വരുന്ന ആക്സിസ് ആണ് ഡയമീറ്റർ ആക്സിസ്. അപ്പോൾ ഡയമീറ്റർ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. അത് ഏത് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഈ ടാൻജൻഷ്യൽ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പോവാണ്. അതെങ്ങനെയാണ്? നോക്കിയേ, ഇതിൻ്റെ നമുക്കറിയാം അത് റിങ്ങിൻ്റെ ആണെങ്കിൽ mr²/2 ആണ്. ഓക്കെ, റിങ്ങിൻ്റെ ഈ ആക്സിസിലെ mr² ആണെങ്കിൽ ഡയമീറ്റർ ആക്സിസിലെ അതിൻ്റെ പകുതി ആയിരിക്കും
അല്ലേ, mr²/2. അപ്പോൾ റിങ്ങിൻ്റെ ഡയമീറ്റർ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr²/2. അപ്പോൾ ഇത് റിംഗ് ആണ്. ഞാൻ ആദ്യം ഡീൽ ചെയ്യുന്നത് ആരെയായിട്ടാണ്? റിംഗ് ആയിട്ടാണ് എൻ്റെ കളി, അല്ലേ, റിംഗ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം 6, ഇതിൻ്റെ മാസ് m ആണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം വഴി നമുക്ക് ഈ ആക്സിസിലെ ടാൻജൻഷ്യൽ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. I'. നോക്കിയേ, അതെങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. ഇതിന് പാരലായിട്ട് വരുന്ന ഈ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അത് mr²/2 ആണ്, പ്ലസ് മാസ് ഓഫ് ദി ബോഡി ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്. സോ mr²/2 പ്ലസ് mr² വരും, അല്ലേ. അത് എത്രയാണ്? അത് 3/2 mr² ആണ്. സോ റിങ്ങിൻ്റെ ടാൻജൻഷ്യൽ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3/2 mr² ആണ്. റെഡിയാണോ? റെഡിയാണ്. എങ്കിൽ ഡിസ്കിൻ്റെ ടാൻജൻഷ്യൽ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാ? ഡിസ്ക് നോക്കിയേ, ഡിസ്ക് പപ്പടം, അല്ലേ. ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പപ്പടം ഈസ് എ എക്സാമ്പിൾ ഫോർ ഡിസ്ക്, അല്ലേ. പപ്പടം അല്ലെങ്കിൽ പോപ്പിൻസ് മിഠായി, അല്ലേ. പോപ്പിൻസ് മിഠായി എന്തിന് സിമിലർ ആണ്? ഡിസ്കിന് സിമിലർ ആണ്. അപ്പോൾ ഇതിൻ്റെ ടാൻജൻഷ്യൽ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, ഇത് ഡയമീറ്റർ ആക്സിസിൻ്റെ mr²/4. അങ്ങനെയാണെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിസിൽ എത്ര വരും? mr²/4 പ്ലസ് mr², അല്ലേ. mr²/4 പ്ലസ് mr², അത് എത്ര വരും? അത് 5/4 mr². സോ I' ഇവിടെ 5/4, നോക്കിയേ വ്യത്യാസം നോക്കിയേ, ഇവിടെ 5/4 mr², ഇവിടെ 3/2 mr². അപ്പോൾ ഇതാണ്, നിങ്ങൾ തെറ്റിക്കരുത്, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ നേരെ എടുത്തിട്ട് മറ്റേ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യും, പക്ഷേ ആൻസർ എന്താ വരുന്നത്? നേരെ തിരിച്ചാണ്, അല്ലേ. സോ ഇവിടുത്തെ 3/2 mr², മറ്റവിടുത്തെ 5/4 mr². ഓക്കെ, റിങ്ങിൻ്റെ അത്, ഡിസ്കിൻ്റെ അത്. ഇനി ചോദിച്ചിരിക്കുന്നത് ഇതല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേഷ്യോ ആണ്, അല്ലേ. ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവയുടെ റേഷ്യോ, ആരുടെ? ഡിസ്കിൻ്റെ ടു റിങ്ങിൻ്റെ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, ഇത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൻ്റെ റേഷ്യോ അല്ല. സോ വാട്ട് ഈസ് കെ ഡിസ്ക്? നോക്കിയേ, വാട്ട് ഈസ് കെ റിങ്? നോക്കിയേ, കെ റിങ് എന്താ? അത് √3/2 r ആണ്. m കളഞ്ഞിട്ട് റൂട്ട് ഇട്ടാൽ മതി, r²ന് റൂട്ട് ഇടണ്ട. അപ്പോൾ √3/2 r ആണ്. ഓക്കെ, ആൻസർ കിട്ടിയിട്ടുണ്ട്, ഇവിടെ വിളിച്ച് പറയുന്നുണ്ട്. ആൻഡ് കെ ഡിസ്ക് എന്താണ്? വാട്ട് ഈസ് കെ ഡിസ്ക്? കെ ഡിസ്ക് എന്ന് പറയുന്നത് √5/4 r ആണ്, അല്ലേ. കെ ഡിസ്ക്, കെ റിങ് കിട്ടി. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇനി പറയുന്നില്ല, കെ ഈസ് ഈക്വൽ ടു √I/m ആണ്, അല്ലേ. അപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കെൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ കെ ഡിസ്കും കിട്ടി, കെ റിങ്ങും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റേഷ്യോ കണ്ടാൽ പോരെ. അപ്പോൾ കെ ഡിസ്ക് ഡിവൈഡഡ് ബൈ കെ റിങ് എന്ന് പറയുന്നത്, കെ ഡിസ്ക് എത്രയാ? അത് നമുക്ക് കിട്ടിയത് എത്രയാ? √5/4, അല്ലേ. √5/4 ഡിവൈഡഡ് ബൈ √3/2, റെസിപ്രോക്കൽ എടുത്താൽ √5/4 ഇൻറ്റു 2/3. നോക്കിയേ എന്ത് വരും? 2 ഓക്കെ എന്ത് വരും? 5/6, അല്ലേ. √5/6. അപ്പോൾ ആൻസർ കറക്റ്റാണ് സൽമാൻ. 5/6ൻ്റെ റൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, √5/6. ഓപ്ഷൻ എ ആണ് നമ്മുടെ എന്ത് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. റെഡിയാണോ? അപ്പോൾ 2018 ചിപ്പറിൽ ചോദിച്ചാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? വളരെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. പക്ഷേ നമുക്ക് കുറച്ചൊന്ന് എന്ത് ചെയ്യാനുണ്ട്, അത് വർക്കൗട്ട് തന്നെ വേണം, അല്ലേ. സോ ആൻസർ ഈസ് √5/6. ഓക്കെ, 2018 ക്വസ്റ്റ്യനും നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി നോക്കിയേ, 2017 നീറ്റിലെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2017 നീറ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നമുക്ക് കുറച്ച് പാടുണ്ടെന്ന് തോന്നും, പക്ഷേ സിമ്പിളാണ്. നോക്കിയേ, ലൈവ് കാണുന്നവരൊക്കെ നോക്കിയേ. ടു ഡിസ്ക്കാണ് പുള്ളിയെ. ഡിസ്ക് ഓഫ് സെയിം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ റൊട്ടേറ്റിംഗ് അബൌട്ട് ദെയർ റെഗുലർ ആക്സിസ് passing through the center and perpendicular to the plane of the disk with angular velocities ω1 and ω2. രണ്ട് ഡിസ്ക് ഉണ്ടായിരുന്നു, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ω1 ω2 ആംഗുലർ വെലോസിറ്റിയിൽ കടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ദേ ആർ ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് ഫേസ് ഇൻ ടു ഫേസ്. ഓക്കെ, പോപ്പിൻസ് മിഠായി ഇരിക്കുന്ന പോലെ, പോപ്പിൻസ് മിഠായി കവറിൽ ഇരിക്കുന്നില്ലേ, അതേപോലെ രണ്ട് മിഠായി ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് ദേ ആർ ബ്രോട്ട് ഫേസ് ടു ഫേസ്. ആൽപ്പൻ ലിബി അല്ലേ, അല്ലെങ്കിൽ പോപ്പിൻസ് മിഠായി നമ്മൾ രണ്ടും ഇങ്ങനെ അടുത്ത് വെച്ചു. രണ്ട് പപ്പടം അടുത്ത് വെച്ചു. അതേപോലെ വെച്ചപ്പോൾ ഫേസ് ടു ഫേസ്, coinciding the axis of rotation, the expression for loss of energy during this process is. ലോസ് ഓഫ് എനർജി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് കണ്ടുപിടിച്ചേ, ലൈവിലുള്ളവരൊക്കെ ഒന്ന് കണ്ടുപിടിച്ചേ.
ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാം? ഇവിടെയും എന്ത് കൺസർവ്ഡ് ആണ്? മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. ഇവിടെയും മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. മൊമെൻറ്റം കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഇവിടെ കൺസർവ്ഡ് ആണ് അല്ലേ? നമ്മുടെ റൊട്ടേഷണൽ മോഷനിലെ ആംഗുലാർ മൊമെൻറ്റം കൺസർവ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? I1 ω1. ഇവിടെ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ സെയിം ആണ്, രണ്ട് സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സെയിം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നുണ്ട്. സോ I ω1 പ്ലസ് I ω2 ഇതാണ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ഡിസ്ക് I ω1 പ്ലസ് ആംഗുലർ മൊമെൻറ്റം ഓഫ് സെക്കൻഡ് ഡിസ്ക് I ω2. ഇത് രണ്ടും കൂട്ടി അല്ലേ, ഈക്വൽ ടു, ദിസ് ഷുഡ് ബി ഈക്വൽ ടു എന്ത് വരും? ഇത് രണ്ടും ചേർത്ത് വെച്ചു, ഫേസ് ടു ഫേസ് ചേർത്ത് വെച്ചു. അപ്പോൾ ഫേസ് ടു ഫേസ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ആ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? ഒരു ആൽപെൻലിബി അല്ലെങ്കിൽ ഒരു പോപ്പിൻസ് അടുത്ത പോപ്പിൻസ് രണ്ട് ചേർത്ത് വെച്ചു ഫേസ് ടു ഫേസ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? I ആണെങ്കിൽ I പ്ലസ് I എന്ത് വരും? 2I വരും. ആൻഡ് 2I ആയിരിക്കും അതിൻ്റെ എന്ത് വരിക? ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു പുതിയ ആംഗുലർ വെലോസിറ്റി ഞാൻ ഒമേഗ കൊടുത്തു. ഓക്കെ, ബി ആണ് ആൻസർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പുതിയ ആംഗുലർ വെലോസിറ്റി നമ്മൾ ഒമേഗ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് വരും? ദിസ് ഷുഡ് ബി ഈക്വൽ ടു I ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ω1 പ്ലസ് ω2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദിസ് ഇസ് ആ ആംഗുലർ വെലോസിറ്റി വെൻ ദേ ആർ കമ്പൈൻഡ്. അവരെ കമ്പൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? ഇത്. ഓക്കെ, മേധ അനിൽകുമാർ. ഓക്കെ, റെഡി. ലോ ഓഫ് കൺസർവേഷൻ ആണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മൾ ഭൂരിഭാഗം കേസുകളിലും എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്ന സ്ഥിതി വരില്ല. നമ്മൾ ഈ പഠിക്കുന്ന സിറ്റുവേഷനുകളിലെല്ലാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റേ കേസുകളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ തൽക്കാലം നമ്മളുടെ ഒരു പരിധിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. അപ്പോൾ മിക്കവാറും കേസുകളിലൊക്കെ ആംഗുലർ മൊമെൻറ്റം കൺസിഡർഡ് ആയിരിക്കും. കാരണം എക്സ്റ്റേണൽ ആയിട്ടൊന്നും ടോർക്കൊന്നും ആക്ട് ചെയ്യുന്ന അവസ്ഥ വരില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യേണ്ടി വരും. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒമേഗ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം, എന്നിട്ട് ലോസ് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് കറങ്ങുമ്പോഴുള്ള കൈനറ്റിക് എനർജീൻ്റെ എക്സ്പ്രഷൻ നമുക്ക് അറിയാലോ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ I ω² അല്ലേ? അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൈനറ്റിക് എനർജി ഇനീഷ്യൽ എഴുതാം. അപ്പോൾ ആദ്യത്തെ ഡിസ്കിൻ്റെ കൈനറ്റിക് എനർജി ½ I ω1² പ്ലസ് രണ്ടാമത്തെ ഡിസ്കിൻ്റെ കൈനറ്റിക് എനർജി ½ I ω2². ഓക്കെ, ½ I ω2². ഇതാണ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ വരിക അല്ലേ? കൈനറ്റിക് എനർജി ഇനീഷ്യൽ. വാട്ട് ഈസ് കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഇത് രണ്ടും ജോയിൻ ചെയ്തപ്പോഴുള്ള കൈനറ്റിക് എനർജി, അതാണ് ഫൈനൽ കൈനറ്റിക് എനർജി. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് ½ ഇൻറ്റു ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇപ്പോൾ എത്രയായി? അത് 2I ആയി. ഇൻറ്റു വാട്ട് ഈസ് എ ടോട്ടൽ ആംഗുലർ വെലോസിറ്റി? അതിപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച ആംഗുലർ വെലോസിറ്റി അത് എത്രയാണ്? ω1 പ്ലസ് ω2/2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ω² ആണ്. അപ്പോൾ ω1 പ്ലസ് ω2/2² വരും. ഓക്കെ, ഇങ്ങനെ വരില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കൈനറ്റിക് എനർജി കിട്ടി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി കിട്ടി. ഓക്കെ, സൽമാൻ ചെയ്ത് നോക്കിയോ? സൽമാൻ ചെയ്ത് നോക്കിയെങ്കിൽ ആൻസർ പറയാം. മേധ അനിൽകുമാർ ചെയ്ത് നോക്കി, കിട്ടി അല്ലേ? റെഡി. ഇനി നമുക്ക് ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ മൈനസ് ഫൈനൽ. അതെന്താ ഇനീഷ്യൽ മൈനസ് ഫൈനൽ ചെയ്യുന്നത്? ആദ്യം ഇത് ഒറ്റയ്ക്ക് കറങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ കറങ്ങുമായിരിക്കും. പക്ഷേ ഇത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ഒറ്റയ്ക്ക് കറങ്ങുമ്പോൾ ഇത് സ്പീഡിൽ കറങ്ങും, കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഇതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. സ്വാഭാവികമാണ്. നമ്മൾ ഐഡിയലി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മൾ therefore ലോസ് ഓഫ് എനർജി ഒന്ന് പറഞ്ഞേ. Loss of energy is equal to kinetic energy initial minus kinetic energy final. Therefore ½ I into ω1² plus ½ I into ω2² minus ½ into 2I into
ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. ω1 പ്ലസ് ω2 സ്ക്വയർ. ഈ നമുക്ക് ഈ ഒരു ഇതിനെ 4 ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ω1 പ്ലസ് ω2 സ്ക്വയർ, ω1 സ്ക്വയർ പ്ലസ് ω2 സ്ക്വയർ പ്ലസ് 2ω1 ω2 അല്ലേ? അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിനൊന്ന് സോൾവ് ചെയ്തേ. ആൻസർ എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ. ഞാൻ എന്ത് ചെയ്തു? 2 ഓക്കെ, രണ്ടും ഹാഫ്, എല്ലാത്തിനും ഹാഫ് ഞാൻ കളഞ്ഞു. ആദ്യം വിരോധമല്ലല്ലോ, ഹാഫ് ഞാൻ എല്ലാത്തിനും കളഞ്ഞു. ഇനി ഇവിടെ ഒരു 1/4 ഉണ്ട്. ഞാൻ ഒന്ന് ബ്രാക്കറ്റ് തുറന്ന് ഐ എല്ലാത്തിലും ഉണ്ട് അല്ലേ? ഐ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഐന് ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. ഐ നമുക്ക് വേണം, ഐ കളയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, നമ്മൾ കളയാൻ പറ്റില്ല. ഓക്കെ, കളയാൻ പറ്റില്ലല്ലോ, ഇത് മൈനസ് വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഞാൻ ഹാഫ് ഐ എല്ലാത്തിലും കോമൺ ആണ്, കളയാൻ പറ്റില്ലല്ലോ, രണ്ട് സൈഡും വരുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, ഇത് കുറച്ച് ടഫുള്ളത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണം. സോ ഹാഫ് ഐ ഇൻറ്റു എന്ത് വരും? ω1 സ്ക്വയർ, ഇതിൽ ω1 സ്ക്വയർ പ്ലസ് ω2 സ്ക്വയർ മൈനസ്, ഇവിടെ ഹാഫ് ഐ പുറത്തെടുത്ത ബാക്കി ഏതാണ്? 1/4 അല്ലേ? 2 സ്ക്വയർ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ 4 വരും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതും കട്ട് ചെയ്തിട്ട് 2 വരില്ലേ? സോ 1/2 വരുന്നുള്ളൂ അല്ലേ? ഹാഫ് ഐ പുറത്തെടുത്താൽ 1/2 വരുന്നുള്ളൂ. അപ്പോൾ 1/2 ഇൻറ്റു ω1 സ്ക്വയർ പ്ലസ് ω2 സ്ക്വയർ പ്ലസ് 2ω1 ω2 ഇങ്ങനെ വരില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇവിടെ ജസ്റ്റ് നോക്കിയേ. ഇനി നമ്മൾ ഈ ഒരു സംഭവത്തിൽ എന്ത് ചെയ്താൽ നമുക്ക് കിട്ടും? റെഡി, ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്തു? ദിസ് ഇസ് ഇനീഷ്യൽ ആൻഡ് ദിസ് ഇസ് ഫൈനൽ. സോ ഞാൻ എന്ത് ചെയ്തു? ഒരു 2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്തു കേട്ടോ. ഒരു 2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡും ചെയ്യണം അല്ലേ? 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡും ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ω1 സ്ക്വയർ മൈനസ് 2ω1 സ്ക്വയർ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? മൈനസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഹാഫ് ഇൻറ്റു, ഞാൻ മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തേ. മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സാധനത്തിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം, എന്നിട്ട് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നമുക്ക് കളയണം. അപ്പോൾ ഞാൻ ഒന്ന് ഇവിടേക്ക് എടുത്ത് എഴുതാം കേട്ടോ. വളരെ സിമ്പിൾ. ഇതിനെ സോൾവ് ചെയ്യാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. ഞാൻ ഒന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദറ്റ് ഈസ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ω1 സ്ക്വയർ പ്ലസ് ω2 സ്ക്വയർ മൈനസ് അല്ലേ? മൈനസ് ആണ്. ഹാഫ് ഇൻറ്റു എന്ത് വരും? ω1 സ്ക്വയർ പ്ലസ് ω2 സ്ക്വയർ പ്ലസ് 2ω1 ω2. റെഡി? നമുക്കിത് എങ്ങനെ കിട്ടും? ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എനിക്ക് എന്ത് വേണം? എനിക്കിതിനെ കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഹാഫ് വരുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഇവിടെ 1/2 ആണ്, ബാക്കി തെറ്റൊന്നുമില്ല. ഞാൻ ഈ 2ൻ്റെ പരിപാടിയൊന്നും ചെയ്തില്ല, ഞാൻ ഇവിടുന്ന് ചെയ്തില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കിത് കട്ട് ചെയ്ത് കളയണം, ഞാൻ എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ ഇത് വരുന്നത്. ഇത് കറക്റ്റ് ആണല്ലോ? 2ഉം 4ഉം 4ആയിട്ട് പുറത്തെടുത്തു. 1/2 എല്ലാത്തിലും 1/2 വരുന്നുണ്ട്. കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇവിടെ 2 വരുന്നുണ്ട്. ഓക്കെ, എനിക്കിതിനെ കളയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ആൻസർ ആയിരിക്കും. ഹാഫ് ഐ ഇൻറ്റു അല്ലെങ്കിൽ 1/4 ഐ ഇൻറ്റു ω1 മൈനസ് ω2 സ്ക്വയർ. ഇതായിരിക്കും നമുക്ക് ഫൈനൽ കിട്ടുക. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ സാധനത്തിനെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 2 കൊണ്ട് ഡിവൈഡും ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇവിടെ പുറത്ത് കേട്ടോ, നോക്കിയാൽ ശ്രദ്ധിച്ചോ. ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റെഡി? അപ്പോൾ എന്തുണ്ടാവും? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ 2നെ ഉള്ളിലേക്ക് കൊടുത്തു. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു 2 എന്താ? 4 ഐ ഇൻറ്റു ഈ 2നെ ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളിലേക്ക് കൊടുത്തു. ഓക്കെ, 2ω1 സ്ക്വയർ പ്ലസ് 2ω2 സ്ക്വയർ മൈനസ് 2/2 ഇൻറ്റു ω1 സ്ക്വയർ പ്ലസ് ω2 സ്ക്വയർ പ്ലസ് 2ω1 ω2. വളരെ സിമ്പിൾ, പരിപാടി കഴിഞ്ഞു അല്ലേ? ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി. 2ω1 സ്ക്വയർ ശ്രദ്ധിച്ചോട്ടോ. 2ω1 സ്ക്വയർ മൈനസ് ω1 സ്ക്വയർ ശ്രദ്ധിച്ചോ. വളരെ സിമ്പിൾ. 1/4 ഇൻറ്റു ω1 സ്ക്വയർ. റെഡി? 2ω2 സ്ക്വയർ മൈനസ് ω2 സ്ക്വയർ, ഇറ്റ് ഈസ് ω2 സ്ക്വയർ പ്ലസ് ω2 സ്ക്വയർ. റെഡി? മൈനസ് 2ω1 ω2 മൈനസ് 2ω1 ω2. റെഡി? ഈ മൈനസ് പുറത്തുണ്ട്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് 2ω1 ω2. ഓക്കെ, വളരെ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം റെഡി. ഇതെന്തിൻ്റെ എക്സ്പാൻഷനാണ്? ω1 മൈനസ് ω2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്.
പരിപാടി കഴിഞ്ഞു. ആൻസർ എന്താ? 1/4 ഇൻറ്റു ω1 മൈനസ് ω2 ഹോൾ സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയി വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് ഒന്ന് ആലോചിക്കാം. വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സൽമാൻ ചെയ്ത് മനസ്സിലായോ? ഏതെങ്കിലും സ്റ്റെപ്പ് സംശയമുണ്ടോ? ലൈവ് കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ നമ്മൾ ചെയ്ത പരിപാടി ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പുറത്ത് ബ്രാക്കറ്റിൻ്റെ പുറത്ത്, എന്നിട്ട് ആ 2നെ ഉള്ളിലേക്ക് കയറ്റി, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം? നീങ്ങാം. യെസ്, നീറ്റ് 2017 ഓക്കെ ആണ്. ഓക്കെ, 2017 നീറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2017 നീറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ റോപ്പ് ഈസ് വൂണ്ട് അറൗണ്ട് എ ഹോളോ സിലിണ്ടർ. റോപ്പ് ഈസ് വൂണ്ട് അറൗണ്ട് എ ഹോളോ സിലിണ്ടർ ഓഫ് മാസ് 3 കിലോഗ്രാം, മാസ് 3 കിലോഗ്രാം ആൻഡ് റേഡിയസ് 40 സെൻറ്റിമീറ്റർ. What is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? Rope is pulled with a force of 30 Newton. What is the angular acceleration? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ട്, 2017 നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ റോപ്പ് ഈസ് പുൾഡ് wound around a hollow cylinder. A hollow cylinder is pulled by a rope. ഹോളോ സിലിണ്ടർ ആണ്, ഐ നമുക്കറിയാം. ഐ അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം? ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ? യെസ്, നോക്കിയേ, ഇതിൽ ഹോളോ സിലിണ്ടർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ഏത് സംഭവം നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? ഇത് ഇക്വേഷൻ 1 ഞാൻ കൊടുത്തേ. ഇതിൽ ആൽഫ ഈസ് ഈക്വൽ ടു ടോ ബൈ ഐ. വാട്ട് ഈസ് ടോ? ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ക്രോസ് എഫ് ആണ്, ആർ എഫ് സൈൻ തീറ്റ ആണ്, അല്ലെങ്കിൽ ആർ ഇൻറ്റു എഫ് ആണ്, അല്ലേ? ആർ ഇൻറ്റു എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. വളരെ സിമ്പിൾ. സോ വാട്ട് ഈസ് ആൽഫ? ആർ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ ഐ. ഇവിടെ സൈൻ തീറ്റൻ്റെ ആവശ്യമില്ല, കാരണം തീറ്റ ആറിൻ്റെ എഫിൻ്റെ ഇടയിലുള്ള നോക്കിയ റേഡിയസ് വെക്ടർ ഇങ്ങനെ വരും, എഫ് ഇങ്ങനെയാണ്, രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ 90 ഡിഗ്രിയാണ്. സോ ആർ എഫ് സൈൻ തീറ്റയിലെ തീറ്റ 90 ഡിഗ്രിയാണ്. സോ ആർ ഇൻറ്റു എഫ് മതി. സോ ആർ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ ഐ വരും. വാട്ട് ഈസ് ഐ? ഹോളോ സിലിണ്ടറിൻ്റെ ഐൻ്റെ ഇക്വേഷൻ എന്താ? ഹോളോ സിലിണ്ടർ ഈസ് സിമിലർ ടു റിങ്, അല്ലേ? സോ ഐ എന്ത് വരും? എം ആർ സ്ക്വയർ ആയിരിക്കും ഐ വരിക. ഹോളോ സിലിണ്ടർ ഈസ് സിമിലർ ടു എ റിങ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ആർ സ്ക്വയർ. റെഡി ആണോ? എം ഇൻറ്റു ആർ സ്ക്വയർ. സോ ഈ ആറും ഈ ആർ സ്ക്വയറിലെ ആറും കട്ട് ചെയ്ത് പോയി. റെഡി? ഓക്കെ, അപ്പോൾ എന്ത് വരും? എഫ് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ആർ വരും. എഫ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? എഫ് ഇവിടെ തന്നിരിക്കുന്നത് ഈസ് പുൾഡ് ബൈ എ ഫോഴ്സ് ഓഫ് 30 ന്യൂട്ടൺ. 30 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് നമ്മുടെ എം, മാസ് ഓഫ് ദി റോപ്പ് എന്താണ്? 3 കിലോഗ്രാം ആണ്, അല്ലേ? 3 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 3 ഇൻറ്റു വാട്ട് ഈസ് ആർ? ഓക്കെ, ആൻസർ വിളിച്ച് പറയുന്നുണ്ട്. വാട്ട് ഈസ് ആർ? ആർ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. സോ 40 ഇൻറ്റു 10⁻⁻². സോ ആൻസർ ഈസ് 10. ഓക്കെ, ആൻസർ ഈസ് എന്ത് വരും? 1/4 ഇൻറ്റു 10 സ്ക്വയർ വരും. എന്ത് വരും? 0.25 ഇൻറ്റു 10 സ്ക്വയർ വരും. ആൻസർ ഈസ് 25 വരും. റെഡി? സോ ഇത് 1/4 ആവും, 10⁻²- മുകളിലേക്ക് പോവും, 10 സ്ക്വയർ ആവും. ആൻസർ ഈസ് 25. വളരെ ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. അതിൽ തന്നെ ടോ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എഫ് ആണ്. റെഡി? ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ക്രോസ് എഫ് വരും. റെഡി? അത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഓക്കെ, 25 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 2017 നീറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കിയേ 2017 ജിപ്മർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. ജിപ്മറിലെ 2017 ക്വസ്റ്റ്യൻ നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്കിയേ. 2017 ജിപ്മർ. ABC is a right-angled triangular plane of uniform thickness. The sides are such that AB greater than BC as shown in the figure. I1, I2, I3 are the moments of inertia about AB, BC and AC respectively. അപ്പോൾ എ ബിയുടെ I1 ആണ്,
ബി സിയുടെ I2 ആണ്, എ സിയുടെ I3 ആണ്. ആൻഡ് എ ബി ഈസ് ഗ്രേറ്റർ ദാൻ ബി സി. സോ ദിസ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് സൈഡ് അല്ലെ, എ ബി ഗ്രേറ്റർ ദാൻ ബി സി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ഈസ് കറക്റ്റ്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൻ്റെ ആ ഒരു ഇതാണ് ചോദിച്ചിരിക്കുന്നത്, റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. എന്ത് ലോജിക്ക് അപ്ലൈ ചെയ്യാം? ഇത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇതിൽ നമ്മൾ ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. എന്താ ലോജിക്ക്? ഈ ഒരു ട്രയാങ്കുലാർ പ്ലെയിനിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ വരും, അതിൻ്റെ സെൻട്രോയിഡ് ഏകദേശം എവിടെ വരും എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ നമുക്കൊരു കാര്യം അറിയാം, ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും ഏറ്റവും വലുത്. സോ ഏറ്റവും വലിയ ഭാഗത്തിന് അടുത്തായിരിക്കും എപ്പോഴും എന്ത് വരിക, സെൻറ്റർ ഓഫ് മാസ് വരിക. നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കുറച്ച് വലിയ മാസ് തൂക്കി, ഇവിടെ ചെറിയൊരു മാസ് തൂക്കി. അപ്പോൾ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ മാസിന് അടുത്തേക്ക് കൈ വരണം അല്ലേ. സോ എപ്പോഴും വലിയ മാസിനടുത്തായിരിക്കും സെൻറ്റർ ഓഫ് മാസ് വരിക. ആ ലോജിക്ക് നമുക്ക് അറിയാവുന്ന ഒരു ലോജിക്കാണ്. വലിയ മാസ് എവിടെയാണോ ആ മാസിനടുത്തായിരിക്കും സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ അതേ ലോജിക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് ആപ്ലിക്കേഷൻ? ഈ വലിയ സൈഡ് എവിടെയാണോ അതിനടുത്തായിരിക്കും എപ്പോഴും എന്ത് വരിക, സെൻറ്റർ ഓഫ് മാസ് വരിക. അപ്പോൾ ഏറ്റവും വലിയ സൈഡ് ഇവിടെ ഏതാണ്? എ സി ആണ്. എ സി ആണ് ഏറ്റവും വലിയ സൈഡ്. പിന്നെ ഏതാണ്? പിന്നെ എ ബി ആണ്. പിന്നെ ഏതാണ്? പിന്നെ ബി സി ആണ് അല്ലേ. ഏറ്റവും വലിയ സൈഡ് ഏതാണ്? എ സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, എ സി ഗ്രേറ്റർ ദാൻ എ ബി ഗ്രേറ്റർ ദാൻ ബി സി. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യം നോക്കാം. അപ്പോൾ ഏകദേശം നോക്കിയേ, ഇവിടെ ഇതിനടുത്ത് എ ബിയുടെ അടുത്ത് ബി സിന്ന് വളരെ അകലെ, കാരണം ബി സി ആണ് ഏറ്റവും ചെറിയ സൈഡ്, ബി സിന്ന് വളരെ അകലെ ഞാൻ ഈ പൊട്ട് കുത്തിയിട്ടില്ലേ, ഈ പൊട്ട് കുത്തിയ പോലെ ആയിരിക്കും എന്ത് വരിക, നമ്മുടെ സെൻട്രോയിഡ് വരിക. അപ്പോൾ സെൻട്രോയിഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വളരെ ഈസിയാണ്. സെൻട്രോയിഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയേ, എ സിയിലേക്കുള്ള ഈ ദൂരം, ഈ ദൂരം ഇതാണ് R ആക്ച്വലി. അപ്പോൾ ഇതാണ് R3. നോക്കിയേ, R3 ഇതാണ്. നോക്കിയേ, R1 അല്ലേ, R1. ആൻഡ് ഇതാണ് വട്ട് ഈസ് R2. അപ്പോൾ ആ സെൻട്രോയിഡിൽ നിന്ന് ആ സൈഡിലേക്കുള്ള ദൂരം അതാണ് ആക്ച്വലി എന്ത്, R1, R2, R3. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ, ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, R3 ഈസ് ലെസ് ദാൻ ദെൻ R1 ഈസ് ലെസ് ദാൻ R2. ഏറ്റവും വലുത് ഏത്? R2 ആണ്. അപ്പോൾ R2 ഈസ് ഗ്രേറ്റർ ദാൻ R1 ഈസ് ഗ്രേറ്റർ ദാൻ R3. അപ്പോൾ ഈ ആറിൻ്റെ ഒരു റിലേഷൻ ഇങ്ങനെയാണ്. ആറിൻ്റെ ഒരു റിലേഷൻ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൻ്റെ റിലേഷൻ എങ്ങനെ പറയാം? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൻ്റെ റിലേഷൻ വളരെ സിമ്പിളായിട്ട് പറയാം. എങ്ങനെ പറയാം? I ഈസ് ഈക്വൽ ടു mr² ആണ്. I ഈസ് ഈക്വൽ ടു mr² ആണെങ്കിൽ നമുക്ക് ആറിൻ്റെ റിലേഷൻ എങ്ങനെ പറയാം? ഐയുടെ റിലേഷൻ എങ്ങനെ പറയാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. സോ I2 ഈസ് ഗ്രേറ്റർ ദാൻ I1 ഈസ് ഗ്രേറ്റർ ദാൻ I3. ഇത് ഏതാണ് വരുന്നത്? അതാണ് ആൻസർ ബി. വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ. മേധ കറക്റ്റ് ആൻസർ ആണ്. സൽമാൻ ഒന്ന് വെരിഫൈ ചെയ്യാം. ആൻസർ ഈസ് ഓപ്ഷൻ ബി. കാരണം എന്താ, ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ സെൻട്രോയിഡ് എവിടെയാണെന്ന് അനലൈസ് ചെയ്യാം. സെൻട്രോയിഡ് എവിടെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രോയിഡ് ഈസ് ക്ലോസർ ടു മാസ് കൂടിയ സൈഡ്. മാസ് കൂടിയ സൈഡ് ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. പിന്നെ എ ബി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ബി സി ആയിരിക്കും വരിക. അപ്പോൾ സെൻട്രോയിഡിൽ നിന്നുള്ള ദൂരമാണ് R ആക്ച്വലി. R കൂടുതൽ അപ്പോൾ ബി സിയിലോട്ടായിരിക്കും, പിന്നെ എ ബിയിലോട്ടായിരിക്കും, പിന്നെ എ സിയിലോട്ടായിരിക്കും. അപ്പോൾ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ആൻസർ ഈസ് I2 ഗ്രേറ്റർ ദാൻ I1 ഗ്രേറ്റർ ദാൻ I3. ആറിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ആ ഒരു റിലേഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൻ്റെ റിലേഷൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എങ്കിൽ 2017 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 നീറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. 2016 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എ വീൽ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വീല് can rotate freely about its center as shown in the figure. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ്. എ സ്ട്രിങ് റാപ്ഡ് ഓവർ ഇറ്റ്സ് റിം ഇസ് പുൾഡ് ബൈ എ ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ടോർക്ക് പ്രൊഡ്യൂസസ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് 2 radians/s². അവിടെ ആംഗുലർ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ വീൽ? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ, വീണ്ടും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, റേഡിയസ് തന്നിട്ടുണ്ട്, വീലാണ്, റേഡിയസ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. ആൻഡ് ഫോഴ്സ് തന്നിട്ടുണ്ട്, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 5 ന്യൂട്ടൺ. ആൻഡ് അവിടുത്തെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ തന്നിട്ടുണ്ട് 2 radian/s².
സെക്കൻഡ് സ്ക്വയർ. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടുത്തെ ആംഗുലർ ആക്സിലറേഷൻ. എങ്കിൽ വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ വീൽ? അതാണ് ചോദ്യം. മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കുക നോക്കിയേ, വളരെ സിമ്പിളാണ്. നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ അല്ലേ? അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ടോ ബൈ ആൽഫ. ഓക്കെ, ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ, ഐ ഈസ് ഈക്വൽ ടു ടോ ബൈ ആൽഫ ആൻഡ് ഐ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ടോ? ആർ ഇൻറ്റു എഫ് അല്ലേ? തീറ്റ അവിടെ 90 വരും, ഒന്നും ആലോചിക്കല്ല. ഡിവൈഡഡ് ബൈ ആൽഫ. വാട്ട് ഈസ് ആർ? 10 സെൻറ്റിമീറ്റർ. 10 ഇൻറ്റു 10 റേസ് ടു -2. ക്യാൻസർ പറയുന്നുണ്ട്. 10 ഇൻറ്റു 10 റേസ് ടു -2 ഇൻറ്റു എഫ്. എഫ് എത്രയാ? 5 ന്യൂട്ടൺ. ഡിവൈഡഡ് ബൈ ആൽഫ 2 ന്യൂട്ടൺ. 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 10 റേസ് ടു -2. ആൻസർ ഈസ് 0.25 ഈസ് അവർ ആൻസർ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ 0.25. ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിറാജ്, സൽമാൻ, മേത്ത എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും 2016 നീറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിലേഷൻസ് അറിഞ്ഞാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ കൈപ്പിടിയിൽ എന്ത് ചെയ്തു? ഒതുങ്ങി. വളരെ ഈസിയാണ്, വളരെ ഈസിയാണ് നീറ്റ് എക്സാം ഫിസിക്സിൻ്റെ കേസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഫിസിക്സിൽ 95% ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിരിക്കും. ഒരു 5% ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുക? ഒരു മീഡിയം ടു ഹാർഡ് പ്രതീക്ഷിക്കുക. 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു എബവ് ആവറേജ് പ്രതീക്ഷിക്കുക. അതായത് കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. അത് 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഒരു 5 ക്വസ്റ്റ്യൻ വരെ കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ കുറച്ചൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ ആയിക്കോട്ടെ, ടീച്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്പോൾ വല്ല ഐഡിയയും കിട്ടി നിങ്ങൾക്കൊരു 5 ക്വസ്റ്റ്യനിൽ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഫിസിക്സിൽ 2 ക്വസ്റ്റ്യൻ വിട്ട് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പറ്റും? 2-3 ക്വസ്റ്റ്യൻ വിട്ട് ഫുൾ ശരിയാക്കുന്നവരുണ്ട്. എങ്കിലും നമുക്ക് ഏകദേശം എല്ലാം 97-98% ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 2016 നീറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 2016 നീറ്റ് എക്സാമിലെ ഫ്രം എ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ ആൻഡ് മാസ് എം എ സർക്കുലർ ഹോൾ ഓഫ് ഡയമീറ്റർ ആർ ഹുസ് റിം പാസസ് ത്രൂ ദി സെൻറ്റർ ഈസ് കട്ട്. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഡിസ്ക് എബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ അല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2016 ഒരു ഡിസ്കിൻ്റെ റേഡിയസ് ആറുള്ളൊരു ഡിസ്കിൽ ഒരു ഹോള് നമ്മൾ എന്ത് ചെയ്തു? ഉണ്ടാക്കി. നോക്കിയേ, വളരെ സിമ്പിളാണ്. ഒരു ഡിസ്ക്, ഓക്കെ, ഒരു ഡിസ്ക്, യെസ്, ഒരു ഡിസ്ക് ഉണ്ട്. അതിൽ നമ്മൾ എന്തുണ്ടാക്കി? ഒരു ഹോൾ ഡ്രില്ല് ചെയ്തു. ഓക്കെ, ഇത് റേഡിയസ്, റെഡി. അതിൽ നമ്മൾ ആ റേഡിയസ് ഉള്ളൊരു ഹോൾ ഡ്രില്ല് ചെയ്തു. ഓക്കെ, ഇത് ഇവിടെ ഉണ്ട്, ഇതൊരു ഡിസ്ക്കാണ്. ഓക്കെ, ഇതിൽ നമ്മൾ വേറൊരു സംഭവം ഡ്രില്ല് ചെയ്തു. ഇതിൻ്റെ സെൻറ്റർ ഇതാണെന്ന് വിചാരിച്ചോ. ഇതിൽ നമ്മളൊരു ഹോൾ ഡ്രില്ല് ചെയ്തു. നമ്മൾ വേറൊരു സാധനം വരച്ചു കേട്ടോ. യെസ് 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 ഇതിൽ ഇത്ര പോകുന്ന ചെറിയൊരു ഹോള് നമ്മൾ ഡ്രില്ല് ചെയ്തു. നോക്കിക്കോ, വളരെ ചെറിയൊരു ഹോള് നമ്മൾ ഡ്രില്ല് ചെയ്തു. യെസ്, അപ്പോൾ ഇതാണ് ഹോള്. യെസ്, ഏകദേശം ഇതൊന്ന് നോക്ക്. ഓക്കെ, ഇതാണ് ഹോള്. ആർ റേഡിയസ് ഉള്ള, ആർ ഡയമീറ്റർ ഉള്ള ഒരു ഹോള് നമ്മൾ ഡ്രില്ല് ചെയ്തു. ശ്രദ്ധിക്കണേ, ആർ ഡയമീറ്റർ ഉള്ള ഒരു ഹോൾ ഡ്രില്ല് ചെയ്തു. ദിസ് ഇസ് എ ഡയമീറ്റർ ആർ. യെസ്, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഡിസ്ക് എബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ. ഓക്കെ, ഈ റിമൈനിങ് പോർഷൻ ഞാൻ അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ പോർഷൻ്റെ റിമൈനിങ് പാർട്ടിൻ്റെ ഞാൻ മഞ്ഞ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടില്ലേ? ഈ മഞ്ഞ കൊണ്ട് ഷെയ്ഡ് ചെയ്ത പാർട്ടിലെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ചോദിച്ചിരിക്കുന്നത് എബൌട്ട് ദിസ് സെൻറ്റർ. ഓക്കെ, ഈ ഒരു പാർട്ടിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം? സോ നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എങ്ങനെ ചെയ്താൽ മതി? നോക്കിയേ, ഇത് r/2 ആണ് റേഡിയസ്.
വർക്കൗട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ റിമൈനിങ് പാർട്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിമൈനിങ് പാർട്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. റിമൈനിങ് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയിൽ നിന്നും ഹോളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറച്ചാൽ റിമൈനിങ് പാർട്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയിൽ നിന്നും ആ റിമൂവ്ഡ് പോർഷൻ, ഹോളിലെ ആ റിമൂവ്ഡ് പോർഷൻ്റെ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കുറച്ച് കഴിഞ്ഞാൽ റിമൈനിങ് പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ. ഈ ഇക്വേഷനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ഇക്വേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് റിമൈനിങ് പാർട്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എനിക്ക് ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അറിയണം. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? വളരെ സിമ്പിളാണ്. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ എന്ന് പറയുന്നില്ലേ? പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലേ? യെസ്. ആദ്യം ഫുൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഹോളിൻ്റെ സബ്ട്രാക്ട് ചെയ്താൽ മതി. യെസ്, കറക്റ്റാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, അത് കറക്റ്റായിട്ട് അറിയാം. 13 mr²/32. ഓക്കെ, ആൻസറും പറയുന്നുണ്ട്, എല്ലാവർക്കും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഐ ഡിസ്ക് ആദ്യം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. mr²/2 ആണ് അല്ലേ? mr²/2 ആണ് എന്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ആൻഡ് അത് നമുക്ക് അറിയാം. അത് നമ്മളിവിടെ എഴുതി വെച്ചു കേട്ടോ. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ mr²/2 ആണ്. ഓക്കെ, ഇനി റിമൂവ്ഡ് പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നോക്കി. റിമൂവ്ഡ് പോർഷൻ അല്ലെങ്കിൽ ഹോള് നോക്കി, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. അതിൻ്റെ ശ്രദ്ധിക്കണേ, അതിൻ്റെ സൈഡ് ആക്സിസ്, ഈ ആക്സിസിനെ സംബന്ധിച്ചാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ആക്സിസിനെ സംബന്ധിച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ നടുക്കിലെ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. അത് mr²/2 ആണ്. നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് ടാൻജൻഷ്യൽ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കുക, നോക്കിക്കേ, വളരെ സിമ്പിളാണ്. ഇതാണ് ഡിസ്ക്. ഈ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം. നോക്കിക്കോട്ടോ, വളരെ സിമ്പിളാണ്. റേഡിയസ് r/2 ആണ്. റേഡിയസ് r/2. ഓക്കെ, ഇതിൻ്റെ മാസ് നമുക്കറിയില്ല. ഞാൻ അതിനെ m' എന്ന് വിളിച്ചു. ഈ ഹോളിൻ്റെ മാസ് നമുക്കറിയോ? ഇല്ല. നമുക്ക് ഡിസ്കിൻ്റെ മാസേ തന്നിട്ടുള്ളൂ. അത് m തന്നിട്ടുണ്ട്, പക്ഷേ ഹോളിൻ്റെ മാസ് നമുക്കറിയില്ല. സോ r/2 ആണ് റേഡിയസ്, m' ആണ് അതിൻ്റെ മാസ്. അത് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഈ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ആക്സിസിലെ കണ്ടുപിടിക്കണം. ഈ ആക്സിസിലെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. എന്ത് അപ്ലൈ ചെയ്താൽ മതി? നോക്കി, ഈ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ദൂരം എത്രയാ? r/2. ഈ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്രയാ? സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്രയാ? ഹാഫ് ഇൻറ്റു ഡിസ്കാണ് m' ഇൻറ്റു എന്ത് വരും? r/2². സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഹാഫ് ഇൻറ്റു m' ഇൻറ്റു r/2². ആൻഡ് അത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഈ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കും? I' = ഇത് പ്ലസ് നോക്കിയേ ഹാഫ് ഇൻറ്റു m' ഇൻറ്റു r/2² പ്ലസ് പറഞ്ഞോ m' ഇൻറ്റു r/2². വളരെ സിമ്പിൾ അല്ലേ? m' ഇൻറ്റു r/2², മാസ് ഇൻറ്റു r/2². വളരെ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് രണ്ടൊന്നും കോമൺ ആയിട്ട് എന്തെടുക്കാം? m' ഇൻറ്റു r/2² ഇൻറ്റു ഹാഫ് പ്ലസ് 1 അല്ലേ? അര പ്ലസ് 1. അര പ്ലസ് 1 എന്താ? 3/2. വളരെ സിമ്പിൾ. അപ്പോൾ എന്ത് വരും? 3/2 m' ഇൻറ്റു r²/4. സിമ്പിൾ അല്ലേ? 3/2 m' ഇൻറ്റു r²/4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/2. ഓക്കെ, m' കണ്ടുപിടിക്കാം. വാട്ട് ഈസ് m'? നോക്കി, m' നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് വളരെ സിമ്പിളാണ്. നോക്കിക്കോട്ടോ, ഒരു സംഭവം, ഒരു ഡിസ്ക് മൊത്തം ഇതിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ πr² എന്ന് പറയുന്ന അത്രയും ഏരിയയുടെ മാസാണ് m എന്ന് വിചാരിക്കാം. നോക്കിക്കോട്ടെ, വളരെ സിമ്പിളാണ്. πr² എന്ന് പറയുന്നതിൻ്റെ മൊത്തം മാസാണ് m എങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയുടെ മാസ് എത്രയാണ്? m/πr². വളരെ സിമ്പിൾ. നമ്മൾ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ മറ്റേ എന്താ പറയുക, ഏരിയ എപ്പോഴും എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും പറയാം ഏരിയ ബൈ സംഭവം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. πr² എന്ന് പറയുന്ന മൊത്തം ഏരിയയുടെ മാസ് m ആണെങ്കിൽ യൂണിറ്റ് ഏരിയയുടെ മാസ് അല്ലേ? യൂണിറ്റ് ഏരിയയുടെ മാസ് എന്താണ്? യെസ്,
യൂണിറ്റ് ഏരിയയുടെ മാസ് എന്താണ്? അത് m/πr² ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര ഏരിയയുടെ നമ്മുടെ ഏരിയ എത്രയാ? r/2 ഉള്ള ഏരിയ അല്ലേ? πr/2² ഏരിയയുടെ എത്രയായിരിക്കും? നോക്കിയേ, 100 മിഠായിക്ക് അല്ലേ 10 രൂപ. അപ്പോൾ ഒരു മിഠായിക്ക് 10/100. അപ്പോൾ 20 മിഠായിക്ക് എത്രയാ? 10/100 × 20. ആ ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? πr² അതിൻ്റെ മാസ് m. അപ്പോൾ യൂണിറ്റ് ഏരിയയുടെ മാസ് m/πr². അപ്പോൾ πr/2² ഏരിയയുടെ എന്ത് വരും? ഈസ് ഈക്വൽ ടു മാസ് എത്ര വരും? πr/2² ഇൻറ്റു എന്ത് വരും? m/πr². വളരെ സിമ്പിൾ അല്ലേ? ഇതാണ് എത്രേൻ്റെ മാസ്? ഇത്ര ഏരിയയുടെ πr/2² ഏരിയയുടെ മാസ്. ഒന്നുകൂടെ പറയാം, πr² ഏരിയയുടെ മാസ് m. അപ്പോൾ യൂണിറ്റ് ഏരിയയുടെ മാസ് m/πr². അപ്പോൾ πr/2² ഏരിയയുടെ മാസ് അത് ഇൻറ്റു m/πr². നമ്മളെപ്പോഴും ഒന്നിൻ്റെ കണ്ടിട്ട് ചെയ്യില്ലേ? ഇവിടെ ചെയ്താൽ അതേപോലെ 100 മിഠായിക്ക് 10 രൂപ. അപ്പോൾ ഒരു മിഠായിക്ക് 10/100 രൂപ. അപ്പോൾ 20 മിഠായിക്ക് 20 × 10/100. സിമ്പിൾ. അതിനെ നമ്മളിവിടെ ചെയ്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഗെറ്റ്സ് ക്യാൻസൽഡ് അല്ലേ? പൈ പോയി, r² പോയി അല്ലേ? r² പോയി. പിന്നെ ഇവിടെ സ്ക്വയർ വരും, m/4 വരും അല്ലേ? m/4. സോ വാട്ട് ഈസ് എ മാസ്? ന്യൂ മാസ് അല്ലെങ്കിൽ ഹോളിൻ്റെ മാസ് m/4. വളരെ സിമ്പിൾ. m' is equal to m/4. ഇത് നമുക്ക് എല്ലാവിടെയും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഹോൾ ഡ്രില്ല് ചെയ്ത് പോകുന്ന കേസിലൊക്കെ എല്ലാവിടെയും നമുക്കത് അപ്ലൈ ചെയ്യാം അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി? m/πr² കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി അല്ലേ? m/πr² കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു റിമൂവ്ഡ് പോർഷൻ്റെ മാസ് കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാം. എങ്കിൽ പറഞ്ഞേ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. Therefore I dash is equal to 3/2 into നോക്കിയേ m/4 into r²/4 അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാ? ദിസ് ഈസ് 4 × 4 16, 16 × 2 32, 3/32 mr². ദിസ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റിമൂവ്ഡ് പാർട്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അങ്ങനെയാണെങ്കിൽ 3/32 mr² ആണ് റിമൂവ്ഡ് പാർട്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr²/2. ദെൻ വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിമൈനിങ് പാർട്ട്? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ദിസ് ഈസ് ഈക്വൽ ടു പറഞ്ഞോ mr²/2 മൈനസ് 3/32 mr². ആൻസർ ഈസ് mr² കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് വരും? 36 മൈനസ് 3 അല്ലേ? നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ mr² ഇൻറ്റു കോമൺ ആയിട്ട് പുറത്തെടുക്കുക അല്ലേ? 1/2 മൈനസ് 3/32. ഇതിനെ സോൾവ് ചെയ്താൽ 32 മൈനസ് 6 അല്ലേ? mr² ഇൻറ്റു 32 മൈനസ് 6/64 എത്ര വരും? 26/64. ആൻസർ ഈസ് ചെറുതാക്കിയാൽ 13 mr²/32 അല്ലേ? 13 mr². കട്ട് ചെയ്ത് കളഞ്ഞാൽ 13 mr²/32. റെഡി? 13 mr²/32 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സൽമാൻ, മേധ, യെസ് റിപ്പീറ്റർ. ഓക്കെ, റെഡി. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. 2016 നീറ്റ് എക്സാമിന് ചോദിച്ച വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. എല്ലാവരും റെഡിയാണോ? സിറാജ്, മേധ, സൽമാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? πr². ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ m' റിമൂവ്ഡ് പോർഷൻ്റെ ഇത് കണ്ടുപിടിക്കാൻ ഇനി എന്ത് ചെയ്താൽ മതി? m/πr² കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. അതിൻ്റെ ഏരിയനെ m/πr² കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൂവ്ഡ് പോർഷൻ്റെ മാസ് കിട്ടും. മാസ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, യെസ്. ഡൗട്ടൊന്നുമില്ലല്ലോ? ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. നോക്കിയേ, എല്ലാവരും കമൻറ്റ് ചെയ്ത ആൻസർ 3. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 3 ഐഡൻറ്റിക്കൽ സ്ഫെറിക്കൽ ഷെൽസ്. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തേ. 3 ഐഡൻറ്റിക്കൽ സ്ഫെറിക്കൽ ഷെൽസ് ഈച്ച് ഓഫ് മാസ് m ആൻഡ് റേഡിയസ് ആർ പ്ലേസ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതിൽ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. APMT 2015 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തേ, ഒന്ന് കമൻറ്റ് ചെയ്തേ. 3 identical spherical shells, each of mass m and radius r are placed as shown in the figure. Consider an axis x dash which is touching the 2 shells and passing through the diameter of the third shell. The moment of inertia of the system consisting of these 3 spherical shells
എബൌട്ട് എക്സ് എക്സ് ഡാഷ് ആക്സിസ്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇത് ഒരു ഇതൊരു വട്ടം, ഇത് മറ്റൊരു വട്ടം, ഇത് വേറൊരു വട്ടം അല്ലേ, 3 വട്ടം. ഓക്കെ, ഇത് വേറൊരു വട്ടമായി അല്ലേ. യെസ്, ഇത് മറ്റൊരു വട്ടം. ഈ 3 വട്ടങ്ങളും അടുത്തടുത്ത് കിടക്കുന്ന വട്ടങ്ങളാണ്. യെസ്, വട്ടം നമുക്ക് ചേർത്ത് വയ്ക്കാം. 3 വട്ടങ്ങൾ അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട്. നോക്കി എക്സ് എക്സ് ഡാഷ്. ഓക്കെ, ഇതൊരു ആക്സിസ് ആണ്, എക്സ് എക്സ് ഡാഷ്. ഈ ആക്സിസിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ലേ, എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ലേ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് എന്ന് കമൻറ്റ് ചെയ്തേ. ഈ ആക്സിസിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഇതൊരു ആരാണ്? ഇതൊരു ഓക്കെ, ആരാണ്? ഷെൽസ് ആണ് അല്ലേ, സ്ഫെറിക്കൽ ഷെൽസ് ആണ്. each of mass m and concerning passing through moment of inertia consisting of these 3 spherical shells ആണ്. അപ്പോൾ ഷെൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് വിചാരിക്കണം? ഇറ്റ് ഈസ് എ ഹോളോസ്ഫിയർ അല്ലേ. അതാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. ഓക്കെ, 2/3 mr². അല്ല മോനെ, ഒന്നുകൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യും. ഹോളോസ്ഫിയർ ആണ് അല്ലേ, ഹോളോസ്ഫിയർ. ഷെൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് അറിയണം? അതൊരു ഹോളോസ്ഫിയർ ആണ്. ഹോളോസ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? I = 2/3 mr² ആണ്. I = 2/3 mr². അതൊരു ഹോളോസ്ഫിയർ ആണ്. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 2/3 mr² ആണ്. ഇത് നോക്കിയേ, ഈ ഒരു നമുക്കിതിനെ 1 എന്ന് കൊടുക്കാം, ഇതിന് 2 എന്ന് കൊടുക്കാം, ഇതിന് 3 കൊടുക്കാം. അപ്പോൾ I1 ഞാൻ ആദ്യം എഴുതാൻ പോവാണ്. I1നെ സംബന്ധിച്ച് അത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന, കറക്റ്റ് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് എക്സ് എക്സ് ഡാഷ് എന്ന് പറയുന്നത്. കറക്റ്റ് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ത് തന്നെയായിരിക്കും? 2/3 mr² ആയിരിക്കും. അതിൽ തർക്കമില്ല. ഒന്നാമത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഷെല്ലിനെ സംബന്ധിച്ച്, രണ്ടാമത്തെ സ്ഫിയറിനെ സംബന്ധിച്ച് ഈ ആക്സിസ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആക്സിസ് ആണ്. രണ്ടാമത്തെ സ്ഫിയറിനെ സംബന്ധിച്ച് ഈ ആക്സിസ് ഒരു ടാൻജൻഷ്യൽ ആക്സിസ് ആണ്. ടാൻജൻഷ്യൽ ആക്സിസ് ആയതുകൊണ്ട് തന്നെ ഓക്കെ, ടാൻജൻഷ്യൽ ആക്സിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടാൻജൻഷ്യൽ ആക്സിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാരലൽ ആക്സിസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഈ പാരലൽ ആക്സിസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക? നോക്കിക്കോട്ടോ, വളരെ സിമ്പിൾ. ഇത് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇത് ടാൻജൻഷ്യൽ ആക്സിസ്. ഈ ടാൻജൻഷ്യൽ ആക്സിസിലെ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ നമുക്കറിയാം അത് എത്രയാ? 2/3 mr² ആണ്. ഇത് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. എങ്കിൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട് അല്ലേ, പാരലൽ ആക്സിസ് തിയറം. ഈ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് ടാൻജൻഷ്യൽ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് മാസ് ഓഫ് ദി ബോഡി ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പാരലൽ ആക്സിസിൻ്റെ സ്ക്വയർ ആണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. ഇതാണ് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ I = നമുക്ക് ഏതെങ്കിലും ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന പാരലൽ ആയിട്ടുള്ള ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് മാസ് ഓഫ് ദി ബോഡി ഇൻറ്റു ഈ 2 പാരലൽ ആക്സിസുകൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 4 mr² ആണ് ആൻസർ. കറക്റ്റാണ്. അത് നമുക്ക് നോക്കാം. സോ I സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് 2/3 mr² ആണ് ഇവിടെ വരുന്നത്, പ്ലസ് mr² വരും അല്ലേ, mr². ഇവിടെ റേഡിയസ് 6 ആണ്. സോ ആൻസർ ഈസ് 5/3 mr² അല്ലേ, 5/3 mr². 2/3 mr² പ്ലസ് mr² എത്ര വരും? 2 + 3 5 mr²/3 ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ. പാരലൽ ആക്സിസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സോ I1 = 2/3 mr². ആൻഡ് വാട്ട് ഈസ് I2? I2 = 5/3 mr². ആൻഡ് വാട്ട് ഈസ് I3 അതിനല്ലേ ടാൻജൻഷ്യൽ ആക്സിസ് അല്ലേ. നോക്കിയേ, ഈ തേർഡ് സ്ഫിയറിനെ സംബന്ധിച്ച് ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്ന ഒരു ആക്സിസ് ആണ് ആക്സിസ്. സോ തേർഡ് സ്ഫിയറിൻ്റെയും I3 എത്ര വരും? അത് 5/3 mr² ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതും 5/3 mr² ആണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ? ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്രയാ? ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I = 3 ആഡ് ചെയ്താൽ പോരെ? 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ? എന്ത് വരും നോക്കിയേ? 2/3 mr² പ്ലസ് 5/3 mr² പ്ലസ് 5/3 mr². ആൻസർ എത്രയാ? 2 5 5 10 12. ഓക്കെ, 12 mr²/3 എന്ന് വരും. കട്ട് ചെയ്ത് പോയാൽ 4. സോ ആൻസർ ഈസ് 4 mr² അല്ലേ.
4mr². കറക്റ്റ് ആൻസർ ആണ്. സൽമാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും ആൻസർ പറയുന്നില്ല, അവർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? യെസ്, 4mr² ഈസ് ആൻസർ. ആൻസർ കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. APMT 2015 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. കേരള CEE 2015 നോക്കിയേ. ഈ ഒരു കുറച്ച് നമ്മുടെ മറ്റു ക്വസ്റ്റ്യൻസും കേരളത്തിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇത്രയും കാലം നീറ്റ്, അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ അല്ലേ, ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടില്ല, നീറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് കേരള ക്വസ്റ്റ്യൻസ് ഒരു 1-2 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ എങ്ങനെയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് 2 സർക്കുലർ ഡിസ്ക്, ഒന്ന് കമൻറ്റ് ചെയ്തേ ആൻസർ. ഇഫ് 2 സർക്കുലർ ഡിസ്ക് A and B are of same mass but of radii r and 2r respectively, then the moment of inertia of A is. അപ്പോൾ എൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IA is equal to m into r². ചെറിയ r കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ അതിനൊരു വിരോധം വേണ്ട. mr²/2 equation 1. IB is equal to m into 2r² divided by 2 equation 2. What is this is equal to 4mr²/2 അല്ലേ? 2 സ്ക്വയർ ആവും, 4 ആവും, 4mr²/2 വരും. This is equal to 4 times IA. So IB is equal to 4IA. So IA is equal to IB divided by 4. So moment of inertia of A is 1/4 that of B. Answer is option A. Easy question. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ കേരളത്തിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വെസ്റ്റ് ബംഗാൾ JEE 2015. വെസ്റ്റ് ബംഗാൾ JEE 2015 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കി. 2015 വെസ്റ്റ് ബംഗാൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് വായിച്ചു നോക്കിയേ. വെസ്റ്റ് ബംഗാൾ JEE. യെസ്, വെസ്റ്റ് ബംഗാൾ JEE 2015. ഒന്ന് കമൻറ്റ് ചെയ്തേ. സൽമാൻ, മേധ, ചാറ്റ് ബോക്സ് ഒന്ന് ആക്റ്റീവായേ. സ്വാതി, സഞ്ജയ്, യെസ്. സിറാജ് ഒന്ന് കമൻറ്റ് ചെയ്തേ, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. 2 particles A and B are moving as shown in the figure. Their total angular momentum about the point O is. എങ്ങനെ കണ്ടുപിടിക്കാം ആംഗുലർ മൊമെൻറ്റം about the point O? നമ്മൾ എങ്ങനെയാണ് ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കാറുള്ളത്? L is equal to mvr എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. കാരണം നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, RP R cross P അതൊക്കെ എന്ന് പറയുന്ന ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയാം അല്ലേ? L is equal to വെസ്റ്റ് ബംഗാൾ JEEയും JEE തമിഴ് ആ ഡിഫറൻസ് എന്താ? ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ JEEന്നോ അല്ലെങ്കിൽ തമിഴ് JEEന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് എല്ലാം JEE എക്സാം എന്ന് പേരിലല്ലേ ഒന്നിച്ച്. പിന്നെ ഇപ്പം എന്താക്കി, ഓരോ സ്റ്റേറ്റ് വൈസ് ചില സ്റ്റേറ്റുകൾ എന്തുണ്ടാക്കി, JEEന്ന് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്നു, ചില സ്റ്റേറ്റുകൾ സെപ്പറേറ്റ് എക്സാംസ് നടത്തുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റും നമ്മളിപ്പോൾ കേരള നമ്മുടെ കീം നടത്തുന്നില്ലേ, അതേപോലെ അതൊന്നും നമ്മൾ ഓർത്ത് ബോദർ ചെയ്യുക വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും ഏത് സംസ്ഥാനത്ത് ഏത് എക്സാം നടത്തിയാലും അതിൽ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുക, വർക്കൗട്ട് ചെയ്യാം. അതന്നെ പരിപാടി അല്ലേ? R cross P. അപ്പോൾ എന്ത് വരും, ഇവിടെ RP സൈൻ തീറ്റ ആണ്. തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ എന്ത് വരും, തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ R and P. സോ ഇതാണ് R. ഒറിജിനിൽ നിന്നുള്ള ദൂരത്തിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇവിടെ R. ബിയിലേക്കുള്ള ദൂരം ഇതാണ് ആക്ച്വലി എയിലേക്കുള്ള ദൂരം, ഇതാണ് R. ഇതാണ് P അല്ലെ, വെലോസിറ്റി അല്ലേ? വെലോസിറ്റി ഡയറക്ഷനിലായിരിക്കും മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. സോ രണ്ടും തമ്മിലുള്ള ആംഗിൾ ഇവിടെ എന്താണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് ബേജാറാവണ്ട. അപ്പോൾ നമുക്ക് R into P എന്ന് വരും, R into mv എന്ന് വരും. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ mv അല്ലേ, അപ്പോൾ mvr എന്ന് വരും അല്ലേ, mvr എന്ന് വരും. ഇനി നോക്കിയേ, mvr ആയിരിക്കും നമുക്ക് വരിക. അങ്ങനെയാണെങ്കിൽ L is equal to mvr. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഈ എൻ്റെ കണ്ടുപിടിക്കാം. അപ്പോൾ LA, വാട്ട് ഈസ് LA? m ഇൻറ്റു മാസ് ഓഫ് എ എന്താ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. മാസ് ഓഫ് എ എന്താ 6.5 ഇൻറ്റു വാട്ട് ഈസ് വെലോസിറ്റി 2.2. നോക്കിയേ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇൻറ്റു വാട്ട് ഈസ് R?
1.5. നോക്കിയേ, ഇത് വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, വാട്ട് ഈസ് എൽ ബി? ചെയ്തോ, എൽ ബി. വാട്ട് ഈസ് എൽ ബി? നോക്കിയേ, എം വി ആർ 3.1 ഇൻറ്റു what is V 3.6 into what is R 2.8. നോക്കിയേ, അത് ചെയ്താൽ എന്തെങ്കിലും കിട്ടും അല്ലേ? വാട്ട് ഈസ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എൽ എ പ്ലസ് എൽ ബി ആണ്. പക്ഷേ നമുക്ക് തെറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആംഗുലർ മൊമെൻറ്റം ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ വി മസ്റ്റ് കൺസിഡർ ദ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒന്നിനെ നമ്മൾ നെഗറ്റീവായിട്ടും ഒന്നിനെ നമ്മൾ പോസിറ്റീവായിട്ടും എടുക്കണം. സോ ഇവിടെ നോക്കിയേ, ആർ ക്രോസ് പി ആണ് ആക്ച്വലി എൽ. അപ്പോൾ ആറിൽ നിന്ന് നമ്മൾ പി അല്ലേ? സോ ഇവിടെ നോക്കിയേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻഡ് ഇവിടെ ആർ ക്രോസ് പി നോക്കിയേ, അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ഒന്ന് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഈ എയിലേക്കുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ എയിൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്തെടുക്കണം? മൈനസ് എടുക്കണം. ബിയിൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്തെടുക്കണം? പോസിറ്റീവ് എടുക്കണം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതെങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഞാൻ ആറിൽ നിന്ന് പി, ആർ ക്രോസ് പി അല്ലേ നമുക്ക് വരുന്നത്. സോ ആറിൽ നിന്ന് പിയിലേക്ക് ഒരു ആരോ മാർക്ക് കിട്ടും. സോ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻഡ് നോക്കിയേ, ഇവിടുന്ന് ആറിൽ നിന്ന് പിയിലേക്ക്, പി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വെലോസിറ്റിയുടെ അതേ ഡയറക്ഷൻ ആയിരിക്കും എന്തിനും വരിക? മൊമെൻറ്റത്തിനും വരിക അല്ലേ? വെലോസിറ്റി അതേ ഡയറക്ഷൻ ആയിരിക്കും മൊമെൻറ്റത്തിന് വരിക. സോ ഞാൻ ആറിൽ നിന്ന് പിയിലേക്ക് എന്ത് വരച്ചു? ഒരു വര വരച്ചു, ആരോ മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ക്ലോക്ക് വൈസ് ആണ്, മറ്റേ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. റെഡി ആണോ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്ന കേസിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുക്കണം. അതേപോലെ ക്ലോക്ക് വൈസ് വരുന്ന കേസിൽ നമ്മൾ എന്തെടുക്കണം? പോസിറ്റീവ് വാല്യൂ എടുക്കണം. സോ ഇതിൻ്റെ ആൻസർ മൈനസ് ആയിരിക്കും, ഇതിൻ്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക, നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഇറ്റ് ഈസ് അറൗണ്ട് 9.8. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു ചിത്രമൊക്കെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. സി അല്ല, നമുക്ക് ആൻസർ വരുന്നത് 9.8 ആയിരിക്കും. അപ്പോൾ ആ ഒരു നെഗറ്റീവും പോസിറ്റീവും ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. സി എനിക്ക് തോന്നുന്നു കിട്ടാനുള്ള റീസൺ രണ്ടും ആഡ് ചെയ്തിട്ടുണ്ടാവും. രണ്ടും ആഡ് ചെയ്യരുത്. വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം? ചൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് നോക്കി, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ, ബി എല്ലാം 0 ആണ് വരുന്നത്. ബി ആയിരിക്കില്ല, 6.5, 2.2, 1.5 അല്ലേ? ഇത് രണ്ടും ഇൻറ്റു ചെയ്ത ഒരു വാല്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആൻസർ 9.8ൻ്റെ അടുത്താണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അസാദുൽ ഹക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി പാരലൽ. UPCP MT 2015 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി പാരലൽ ടു ദ എക്സ് ആക്സിസ്. Its angular momentum with respect to the origin, okay, is 0, it remain constant, goes on increasing, goes on decreasing. Particle എങ്ങനെ മൂവ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് വെലോസിറ്റി പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ് എന്ന് വിചാരിക്കാം. പാർട്ടിക്കിൾ is moving parallel to x axis, so its angular momentum with respect to origin remains. സോ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ, ഇപ്പോൾ പാർട്ടിക്കിൾ ഇവിടെയാണെന്ന് വിചാരിക്കുക കേട്ടോ. പാർട്ടിക്കിൾ ഇത് ഇവിടെയാണ്, ഇതാണ് പൊസിഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും എന്താ ശ്രദ്ധിക്കുക? വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഇങ്ങനെ ആണെങ്കിൽ നമ്മളെപ്പോഴും വെലോസിറ്റി ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് ഇവിടെയാണെങ്കിലും പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിലും നമ്മൾ ഈ ദൂരം അല്ല എടുക്കുക. നമ്മൾ എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. എൽ വെക്റ്റർ ഈസ് ഈക്വൽ ടു ആർ വെക്റ്റർ ക്രോസ് പി വെക്റ്റർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സൈൻ തീറ്റ ഇൻറ്റു പി എന്ന് വരും അല്ലേ? ആർ സൈൻ തീറ്റ ഇൻറ്റു പി, ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. സോ ഓർ വി ക്യാൻ റൈറ്റ് ആർ പെർപെൻഡിക്കുലർ ഇൻറ്റു പി. നമ്മൾ അങ്ങനെയല്ലേ എടുക്കുക? നമ്മൾ പഠിച്ചിട്ടില്ലേ? ആർ പെർപെൻഡിക്കുലർ ഇൻറ്റു പി. സോ ദിസ് ഈസ് അവർ ആംഗുലർ മൊമെൻറ്റം. ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെൻറ്റം വരുന്നത്. സോ ആംഗുലർ മൊമെൻറ്റം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ആംഗുലർ മൊമെൻറ്റം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ശ്രദ്ധിക്കണേ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആർ പെർപെൻഡിക്കുലർ. ഇതിന് ഒരു മാറ്റവും വരുന്നില്ല. ഇപ്പം ഇത് മാറിയാലും പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിലും പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിലും പാർട്ടിക്കിൾ എവിടെയാണെങ്കിലും പാർട്ടിക്കിളിൻ്റെ ലൈനിലേക്കുള്ള അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടറിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്?
എടുക്കേണ്ടത്. ഞാനത് പറഞ്ഞുതരാം, വളരെ സിമ്പിൾ. നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയ ആ വഴി ജസ്റ്റ് ഒന്ന് നോക്കിയേ. അപ്പോൾ ഇതാണ് ഒരു 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 പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ഇതിൻ്റെ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇതാണ് എന്ന് വിചാരിക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് വിചാരിക്കാം. ഒറിജിനിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പൊസിഷനിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആർ വെക്ടർ ആണെന്ന് വിചാരിക്കാം. നമ്മളെപ്പോഴും ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ഡിസ്റ്റൻസ് അസ്യൂം ചെയ്യും അല്ലേ, ഇങ്ങനൊരു ഡിസ്റ്റൻസ്. ഇതാണ് ആക്ച്വലി എന്ത് തീറ്റ. സോ ദിസ് ഈസ് ദ ആർ പെർപെൻഡിക്കുലർ ഓർ വി റൈറ്റ് ഇറ്റ് as ആർ സൈൻ തീറ്റ അല്ലെ, ആർ സൈൻ തീറ്റ. ഇൻ ദ ഡെറിവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നമ്മൾ എന്ത് എഴുതും? ആ എൽ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഇൻറ്റു വിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും പിക്കും വരിക, ഇൻറ്റു പി എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ആർ ക്രോസ് പി എന്ന് എഴുതും, അല്ലെങ്കിൽ നമ്മൾ ആർ പി സൈൻ തീറ്റ എന്ന് എഴുതും അല്ലേ, ആർ പി സൈൻ തീറ്റ. സോ ഹിയർ വാട്ട് ഈസ് ദ ആംഗുലർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ? വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അത് എപ്പോഴും എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. കാരണം എന്താ? ഈ ആർ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ആർ പെർപെൻഡിക്കുലർ ചേഞ്ച് ചെയ്യാത്തോടത്തോളം കാലം എന്ത് മാറില്ല? ആംഗുലർ മൊമെൻറ്റം എന്ത് ചെയ്യില്ല? ചേഞ്ച് വരില്ല. ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതായിരിക്കും നമ്മുടെ ആൻസർ വരിക. കാരണം ഈ ഡിസ്റ്റൻസ് മാറില്ല, ആർ പെർപെൻഡിക്കുലർ മാറില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സീറോ അല്ലേ? സീറോ അല്ല, നമുക്ക് വരുന്നത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. സീറോ ആവാൻ ചാൻസ് ഇല്ല. സീറോ ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വെലോസിറ്റി സീറോ ആവണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് മൂവ് അലോങ് എക്സ് ആക്സിസ് അല്ലേ. ഇത് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ് മൂവ് ചെയ്യുന്നത്. സോ മൂവ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ഉണ്ട്, പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഉണ്ട്. സോ രണ്ടും ഉണ്ട്. അപ്പോൾ സീറോ ഒരിക്കലും വരാനുള്ള ഒരു സാധ്യത ഇല്ല. ഓക്കെ, അപ്പോൾ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ് വരിക. ഈ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വരാനുള്ള റീസൺ ഞാൻ പറഞ്ഞു, ആർ പെർപെൻഡിക്കുലർ മാറുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 2015 മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ റിംഗ് ഓഫ് റേഡിയസ് 0.5 മീറ്റർ, റേഡിയസ് 0.5 മീറ്റർ ആണ്. നോക്കിക്കേ, മാസ് 10 കിലോഗ്രാം ആണ്, മാസ് 10 കിലോഗ്രാം. is rotating about its diameter with angular velocity omega is equal to 20 radian per second. Its kinetic energy is, നമ്മളോട് ചോദിച്ചിരിക്കുന്ന കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതൊരു റിംഗ് ആണ്. അപ്പോൾ റിങ്ങിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. റിങ്ങിൻ്റെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? റിങ്ങിൻ്റെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയണം. റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ആണ്. റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ആണ്. റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണ്. വളരെ സിമ്പിൾ. ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഡയമീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ? ഓക്കെ, ഡയമീറ്റർ ആണെങ്കിൽ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വരിക? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ഡയമീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. റിങ്ങിൻ്റെ ഡയമീറ്റർ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ? യെസ്, mr സ്ക്വയർ ബൈ 2 അല്ലേ, 250 ആണ് ആൻസർ. ഓക്കെ, നോക്കാം. mr സ്ക്വയർ ബൈ 2 അങ്ങനെയാണെങ്കിൽ mr സ്ക്വയർ ബൈ 2 ആണെങ്കിൽ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ആൻസർ എന്താ? ½ ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്ത് വരും? ½ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു mr സ്ക്വയർ ബൈ 2 ഇൻറ്റു എന്ത് വരും? ഒമേഗ സ്ക്വയർ. വാട്ട് ഈസ് ദ ആൻസർ? ഹാഫ് ഇൻറ്റു മാസ് ഇസ് 10 കിലോഗ്രാം, r ഇസ് 0.5. അപ്പോൾ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ. വാട്ട് ഈസ് ഒമേഗ സ്ക്വയർ? 20 സ്ക്വയർ അല്ലേ, 20 സ്ക്വയർ. ചെയ്താൽ ആൻസർ കിട്ടുന്നുണ്ടോ? നോക്കിയേ 10 5 അപ്പോൾ 1/2 ഇൻറ്റു 1/2 1/4 5/8 ഇൻറ്റു 400. ആൻസർ ഈസ് 50. സോ ആൻസർ ഈസ് 250 ജൂൾ അല്ലേ, 250 ജൂൾ ആൻസർ കിട്ടി. 250 ആണ് ആൻസർ. കറക്റ്റാണ്, 250 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 50 കിലോഗ്രാം. 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ ചെയ്തേ. 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 50 കിലോഗ്രാം. യെസ്, മാസ് 50 കിലോഗ്രാം, റേഡിയസ് 0.5 മീറ്റർ,
ആംഗുലർ ആക്സിലറേഷൻ 2 revolutions അല്ലേ per second square is given. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് എ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്? നമ്മൾ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് ഇതിനെ വർക്കൗട്ട് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് ചെയ്ത് നോക്കുക, ആൻസറിലേക്ക് എത്തുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ ചെയ്യാം. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 50 kilogram and radius 0.5 meter is free to rotate about horizontal axis. A solid cylinder is free to rotate about horizontal axis. A massless string is wound around the cylinder with one end attached to it and other end hanging freely. Okay, idana sangati. Tension in the string required to produce an angular acceleration of 2 revolutions per second square. Okay, വളരെ സിമ്പിൾ. ഒന്ന് വർക്കൗട്ട് ചെയ്തേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. സോളിഡ് സിലിണ്ടർ ഈസ് സിമിലർ ടു ഡിസ്ക് അല്ലേ? സോളിഡ് സിലിണ്ടർ ഈസ് സിമിലർ ടു ഡിസ്ക്. ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ഞാൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യാം? ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ അല്ലേ? ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. കറക്റ്റാണ് സൽമാൻ, കറക്റ്റാണ്. സോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. സോ ആൽഫ ഇസ് ഗിവൺ. നമുക്ക് ടോനെ എന്താ എഴുതാം? ആർ ഇൻറ്റു എഫ് എഴുതാം. ആർ ഇൻറ്റു എഫ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. വളരെ സിമ്പിൾ അല്ലേ? ആർ ഇൻറ്റു എഫ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. സോ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ടെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ ഡിവൈഡഡ് ബൈ ആർ. വാട്ട് ഈസ് ഐ? സോളിഡ് സിലിണ്ടർ. ഇറ്റ് ഈസ് സിമിലർ ടു ഡിസ്ക്. സോളിഡ് സിലിണ്ടർ ഈസ് സിമിലർ ടു ഡിസ്ക്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാ? എം ആർ സ്ക്വയർ ബൈ 2. സോ എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ ആർ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പോൾ എന്ത് കിട്ടും? ഒന്ന് കമൻറ്റ് ചെയ്തേ. ദർഫോർ എഫ് ഈസ് ഈക്വൽ ടു, നോക്കിയേ, എം ആർ സ്ക്വയർ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ. വളരെ സിമ്പിൾ. നോക്കിയേ, എം ആർ സ്ക്വയർ ആറും കട്ട് ചെയ്ത് പോയില്ലേ? ഓക്കെ, അപ്പോൾ എന്ത് വരും? എം ഇൻറ്റു ആർ ഇൻറ്റു ആൽഫ, ഓക്കെ, ഡിവൈഡഡ് ബൈ 2 അല്ലേ? 2. വാട്ട് ഈസ് ആൽഫ? ആൽഫ 2 revolutions per second square. അത് നേരെ കൊണ്ടിട്ട് കൊടുക്കരുത്. ഈ 2 revolutions per second square നേരെ കൊണ്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത്. നമുക്ക് എങ്ങനെ അത് ചെയ്യാം? ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കവർ ചെയ്യുന്ന ആംഗിള് 2π റേഡിയൻ ആണ്. അപ്പോൾ 2 revolutions എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2π. സോ 2 ഇൻറ്റു 2π റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അത് നിങ്ങളെ ഒന്ന് കുഴപ്പത്തിലാക്കാൻ തരുന്നതാണ്. അപ്പോൾ 2 ഇൻറ്റു 2π എത്രയാ? 4π റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അത് ശ്രദ്ധിക്കാം. ആ എക്സാമിൻ്റെ ആ ഒരു ടെൻഷനിൽ നമ്മൾ ചിലപ്പോൾ ആ 2 നേരെ പെർ സെക്കൻഡ് സ്ക്വയർ ഇട്ട് കാണുമ്പോൾ നമ്മൾ നേരെ ഇട്ട് കൊടുക്കും, നമ്മളുടെ ആൻസർ തെറ്റും. അപ്പോൾ അതിന് പകരം റെവല്യൂഷൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 ഇൻറ്റു 2π 4π നമുക്ക് കിട്ടും. സോ ആൻസർ ഈസ് എം എന്താ? മാസ് 50 ആണ്. 50 ഇൻറ്റു വാട്ട് ഈസ് റേഡിയസ്? 0.5 ഇൻറ്റു വാട്ട് ഈസ് ആൽഫ? 4π ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ ഈസ് എന്ത് വരും? 2 വരും. ഇതും കട്ട് ചെയ്ത് പോവും. 50 ഇൻറ്റു 3.14. ആൻസർ ഈസ് അറൗണ്ട് എത്ര വരും? 157 ന്യൂട്ടൺ. ഓക്കെ, ആൻസർ ഈസ് 157 ന്യൂട്ടൺ. നമുക്ക് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് കിട്ടും. സൽമാൻ കറക്റ്റ് ആൻസർ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ശ്രദ്ധിക്കാം, എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. 2001 ക്വസ്റ്റിനാണ്. 2001 ചോദിച്ചൊരു ക്വസ്റ്റിനാണ്. എ കോൺസ്റ്റന്റ് ടോർക്ക് ഓഫ് 1000 ന്യൂട്ടൺ ടേൺസ് എ വീൽ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ 200 kilogram meter square about an axis passing through its center. Its angular velocity after 3 seconds. 3 സെക്കൻഡിന് ശേഷം അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കമൻറ്റ് ചെയ്തേ. 3 സെക്കൻഡിന് ശേഷം അതിൻ്റെ ആംഗുലർ വെലോസിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 1000 ന്യൂട്ടൺ 200 കിലോഗ്രാം മീറ്റർ സ്ക്വയർ 3 സെക്കൻഡിന് ശേഷം വാട്ട് ഈസ് ആ വെലോസിറ്റി? ഒന്ന് കമൻറ്റ് ചെയ്തേ, പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. 1000 ന്യൂട്ടൺ ടോർക്ക്, ന്യൂട്ടൺ മീറ്റർ ആണ്. ടോ ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ മീറ്റർ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു 200 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ്. ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആൽഫ കണ്ടുപിടിക്കാം. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. സോ ആൽഫ ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ഐ.
1000 ഡിവൈഡഡ് ബൈ ഐ എത്രയാ 200. 15 ആൻസർ കിട്ടി. ഓക്കെ, നോക്കാം. 1000/200 എത്രയാ 5 അല്ലേ, 5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് ആൽഫ. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നോക്കിയേ, ഒമേഗ ഫൈനൽ ഈസ് ഈക്വൽ ടു ഒമേഗ ഇനീഷ്യൽ ഫൈനൽ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ. വി ഈക്വൽ ടു യു പ്ലസ് എ ടിൻ്റെ എന്താ, ഒമേഗ ഫൈനൽ ഈസ് ഈക്വൽ ടു ഒമേഗ ഇനീഷ്യൽ പ്ലസ് ആൽഫ ഇൻറ്റു ടി. ഒമേഗ ഇനീഷ്യലി 0 അല്ലേ, വീൽ ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. വീൽ ഇനീഷ്യലി എന്തിലായിരുന്നു, റെസ്റ്റിലായിരുന്നു. സോ ഇനീഷ്യൽ ഒമേഗ 0 ആണ്. സോ ഒമേഗ ഫൈനൽ ഈസ് ഈക്വൽ ടു ആൽഫ ടി. വാട്ട് ഈസ് ആൽഫ 5, വാട്ട് ഈസ് ടി 3. ആൻസർ ഈസ് 15 റേഡിയൻ പെർ സെക്കൻഡ്. ആൻസർ ഈസ് 15 റേഡിയൻ പെർ സെക്കൻഡ്. വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടി. 2001 ചോദിച്ചൊരു ചോദ്യമാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ മുന്നേ ചെയ്ത് 2π റെവല്യൂഷൻസ് കഴിഞ്ഞാൽ എത്രയായിരിക്കും, അത് ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, 2015 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തേ. എ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ആൽഫ ഐ പ്ലസ് 3j പ്ലസ് 6k is acting at a point r vector is equal to 2i minus 6j minus 12k. The value of alpha for which angular momentum about origin is conserved. Alpha for which angular momentum is conserved. വളരെ സിമ്പിളാണ്. ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണെങ്കിൽ, ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആവണമെങ്കിൽ ടോർക്ക് 0 ആയിരിക്കണം. കാരണം എൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ശ്രദ്ധിച്ചോട്ടോ, എൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ആണ്. ഇതിലെ എൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ടോർക്ക് 0 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ആറും എഫ് ആണ്. അപ്പോൾ അതിന് ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസറായി. സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണേ. അങ്ങനെയാണെങ്കിൽ ആർ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ആർ വെക്ടർ ഈസ് ഈക്വൽ ടു 2i minus 6j minus 12k അല്ലേ, 12k. 2i minus 6j minus 12k. എഫ് വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് ആൽഫ ഐ. ഓക്കെ, എഫ് വെക്ടർ ഈസ് ഈക്വൽ ടു ആൽഫ ഐ പ്ലസ് 3j പ്ലസ് 6k. ഓക്കെ, രണ്ടും തന്നിട്ടുണ്ട്. നമ്മൾ രണ്ടും വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണേ. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോട്ടോ. ഞാൻ ടോ വെക്ടർ കാണുകയാണ്. എനിക്കറിയാം ടോ ഈസ് ഈക്വൽ ടു ആർ വെക്ടർ ക്രോസ് എഫ് വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഐ ജെ കെ ആൻഡ് ഞാൻ ഇതിവിടെ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആറ് ആരാടാ, 6 2 -6 -12 ആൽഫ 3 6. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാണ്. ഐ ഇൻറ്റു -36 -36 മൈനസ് ജെ ഇൻറ്റു എന്ത് വരും, 12 -12 ആൽഫ പ്ലസ് കെ ഇൻറ്റു, ജസ്റ്റ് ശ്രദ്ധിച്ചോ, നോക്കിക്കോട്ടോ, -12 സോറി കെ ഇൻറ്റു അല്ലേ, കെ ഇൻറ്റു പറയുമ്പോൾ എത്ര വരും, ശ്രദ്ധിച്ചോ, കെ ഇൻറ്റു 6 -6 ആൽഫ. റെഡി, 6 -6 ആൽഫ. അങ്ങനെ വരുമ്പോൾ എന്ത് വരും, 6 -6 ആൽഫ പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് പോയിട്ടോ, അത് പോയി കാരണം പ്ലസ് വരുമ്പോൾ 0 വരും, 0 വന്ന് പോയി. 12 -12 ആൽഫ, അത് മൈനസ് ജെ ഇൻറ്റു 12 + 12 ആൽഫയാണ് അല്ലേ, പ്ലസ് കെ ഇൻറ്റു 6 + 6 ആൽഫയാണ്. ശ്രദ്ധിച്ചോട്ടോ, ഇതാണ് എൻ്റെ ടോർക്ക് കിട്ടിയത്. ശ്രദ്ധിച്ചോ, ഇതെങ്ങനെ കിട്ടിയില്ലേ, മൈനസ് ജെ ഇൻറ്റു 12 + 12 ആൽഫ പ്ലസ് കെ ഇൻറ്റു 6 + 6 ആൽഫ. ഞാൻ ജസ്റ്റ് കണ്ടു, ആ ആൽഫ വെച്ചിട്ട് തന്നെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ശ്രദ്ധിച്ചോ, ഈ ടോർക്ക് 0 ആയിരിക്കണം. അപ്പോൾ മൈനസ് ജെ ഇൻറ്റു 12 + 12 ആൽഫ പ്ലസ് കെ ഇൻറ്റു 6 + 6 ആൽഫ, അത് 0 ആയിരിക്കണം. അത് 0 ആണെന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ടേമും 0 ആയിരിക്കണ്ടേ, അത് ഈ ഓരോ കോഎഫിഷ്യൻസും 0 ആകണ്ടേ അല്ലേ. ആ ഓരോ കോഎഫിഷ്യൻറ്റും 0 ആവണമെങ്കിൽ 12 + 12 ആൽഫ ഈസ് ഈക്വൽ ടു 0 ആവണ്ടേ. സോ 12 ആൽഫ ഈസ് ഈക്വൽ ടു -12 ആവണ്ടേ. സോ ആൽഫ ഈസ് ഈക്വൽ ടു -12/12 ഈസ് ഈക്വൽ ടു -1 ആവണ്ടേ. ഓർ 6 + 6 ആൽഫ 0 ആവണ്ടേ അല്ലേ. 6 ആൽഫ ഈസ് ഈക്വൽ ടു -6 ആവണ്ടേ. ആൽഫ ഈസ് ഈക്വൽ ടു -6/6 ഈസ് ഈക്വൽ ടു -1 ആവണ്ടേ. അപ്പോൾ രണ്ട് കേസിലും -1 ആണ് ആൻസർ അല്ലേ. വളരെ സിമ്പിൾ അല്ലേ. ഇപ്പോൾ 2015 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അല്ലേ. ആൻസർ കിട്ടിയോ, കമൻറ്റ് ചെയ്യാം.
ഡി, ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ആൻസർ ഈസ് -1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കിട്ടി, ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ 2020 ചോദിച്ച ചോദ്യം. ഇത് നമ്മൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്തതാണ്. യെസ്, 2007 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ സിമ്പിളാണ്. ഇറ്റ് ഹാസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ. യെസ്, വീൽ ഹാസ് ആൻ ആംഗുലർ ആക്സലേഷൻ. അത് വീണ്ടും നമ്മുടെ ആൽഫ തീറ്റയൊക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ഇനിയും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് അവസാനിപ്പിക്കണ്ടേ? ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കണ്ടേ? നിർത്തേണ്ട ആവശ്യമുണ്ടോ? നിർത്തണോ? ആവശ്യമില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 9 മണിക്ക് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിർത്താട്ടോ. റെഡി? യെസ്, എ വീൽ ഹാസ് എൻ ആംഗുലർ ആക്സിലറേഷൻ ഓഫ് 3 radian per second square. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ആംഗുലർ ആക്സിലറേഷൻ 3 radian per second square ആണ്. ഓക്കെ, ഇനീഷ്യൽ ആംഗുലർ സ്പീഡ് ω1 ഈസ് ഈക്വൽ ടു 2 radian per second ആണ്. ഇൻ എ ടൈം ഓഫ് t ഈസ് ഈക്വൽ ടു 2 seconds ഇറ്റ് ഹാസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ ഓഫ്, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, തീറ്റ. നമ്മൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പറയില്ലേ, അതേപോലെ തീറ്റ ഇസ് ഈക്വൽ ടു ω1 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. അത് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. എന്താ ആൻസർ? 2 ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 2 സ്ക്വയർ. ആൻസർ ഈസ് 4 പ്ലസ് 6. ആൻസർ ഈസ് 10. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ എ. വളരെ സിമ്പിൾ. നമ്മുടെ തീറ്റ ഇസ് ഈക്വൽ ടു ω1 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നീറ്റ് ഒഡീഷ 2019 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വർക്കൗട്ട് ചെയ്തേ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ആ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഓക്കെ, മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ആ റേഡിയസ് ഉള്ള സർക്കിൾ മൂവ് ചെയ്യാണ്. ഇറ്റ് അറ്റൈൻസ് എ വെലോസിറ്റി v0 m/s ഇൻ ദ nth റൗണ്ട്. അതിന് വെലോസിറ്റി v0 ആയിട്ടോ nth റൗണ്ടിൽ. അപ്പോൾ അത് nth റൗണ്ടിൽ എത്തിയിട്ടോ. ഇറ്റ്സ് ആംഗുലർ ആക്സലറേഷൻ വിൽ ബി. അതിൻ്റെ ആംഗുലർ ആക്സലറേഷൻ ആണ് നമ്മളോട് എന്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗുലർ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് നോക്കിയ 4 ഓപ്ഷൻസ്, വേറെ രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആംഗുലർ വെലോസിറ്റി അറിയണം. ആംഗുലർ വെലോസിറ്റി അറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം, v is equal to r omega. So omega is equal to v by r. It attains a velocity v0 എന്ന് പറഞ്ഞാൽ it is v0 divided by r. So what is angular velocity? Omega is equal to v0 by r. അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാം? ഒമേഗ കിട്ടിയാൽ ഇനി വളരെ ഈസിയാണ്. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മറ്റേ ഇക്വേഷനിലെ തീറ്റ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മുടെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as, ഈ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as-ൻ്റെ റൊട്ടേഷണൽ മോഷൻ്റെ അനലോഗ് ഉണ്ടല്ലോ. എന്താ? ഒമേഗ ഫൈനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ ഇനീഷ്യൽ സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. So it starts from rest. So omega initially is 0. So omega final square is equal to 2 alpha theta. So what is omega final? It is v0 by r. So v0 square by r square is equal to 2 alpha into what is theta? What is theta? What is angle covered? എന്താണ് ഇവിടെ ആംഗിൾ കവേർഡ് വരുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ nth റൗണ്ട് അല്ലേ? n റൗണ്ടായി അല്ലേ? ഒരു റൗണ്ടിന് 2π റേഡിയൻ ആണ് ഇത് കവർ ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ nth റൗണ്ടിന് ഇത് കവർ ചെയ്യുന്നത് എത്രയാ? 2π ഇൻറ്റു n അല്ലേ? സംശയം ഉണ്ടോ? ഒരു റൗണ്ടിൽ 2π റേഡിയൻ. അപ്പോൾ n റൗണ്ട്സിൽ ഇത് എത്ര കവർ ചെയ്യും? 2π ഇൻറ്റു n അല്ലേ? അതിൽ വല്ല സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ 2π ഇൻറ്റു n, അപ്പോൾ എന്ത് വരും? 2π ഇൻറ്റു n വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൽഫയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെ ഇവിടെ നിർത്തി ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരിക. 2 ഇൻറ്റു 2π 4π ഇൻറ്റു n അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? ആൽഫ ഈസ് ഈക്വൽ ടു v0 സ്ക്വയർ ബൈ 4π ഇൻറ്റു എന്ത് വരും? nr സ്ക്വയർ അല്ലേ? v0 സ്ക്വയർ ബൈ 4π nr സ്ക്വയർ. ദിസ് ഇസ് അവർ ആൻസർ. വളരെ സിമ്പിൾ അല്ലേ? v0 സ്ക്വയർ ബൈ 4π nr സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അപ്പോൾ 2019 നമുക്ക് ചോദിച്ചൊരു ഡി ആണ് ആൻസർ. കറക്റ്റാണ് സൽമാൻ. നമുക്ക് വരുന്ന ആൻസർ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 2019 തന്നെ ചോദിച്ച
മറ്റൊരു ക്വസ്റ്റ്യൻ 2019 റൊട്ടേഷണൽ മോഷൻ എന്ന് വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Two particles A and B are moving in a uniform circular motion in a concentric circles of radius RA and RB with the speed VA and VB respectively. Their time period of rotation is same. അവരുടെ ടൈം പീരീഡ് സെയിം ആണ്. അപ്പോൾ ടി എ ഈസ് ഈക്വൽ ടു ടി ബി ആണ്. അത് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് ആംഗുലർ സ്പീഡ് ഓഫ് എ ടു ദാറ്റ് ഓഫ് ബി ഈസ്. നമുക്കറിയാവുന്നൊരു കാര്യം, ആംഗുലർ സ്പീഡും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഒന്നും ആലോചിക്കേണ്ട, ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t ആണ്. So omega A is equal to 2π/ta. Omega B is equal to 2π/tb. അല്ലേ? So TA is equal to tb ആണെങ്കിൽ what is omega A is equal to omega B. So what is a ratio? Omega A is to omega B is equal to 1:1. Answer is option D. Correct. D ആണ് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2004 ചോദിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. 2004 ചോദിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒന്ന് വർക്കൗട്ട് ചെയ്തേ. 2004 എക്സാമിന് ചോദിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്തേ. കൺസിഡർ എ സിസ്റ്റം ഓഫ് 2 പാർട്ടിക്കിൾസ് ഹാവിംഗ് മാസസ് m1 ആൻഡ് m2. ഇഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് മാസ് m1 ഈസ് പുഷ്ഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് മാസ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇഫ് പാർട്ടിക്കിൾ ഇസ് പുഷ്ഡ് ടുവേർഡ്സ് എ സെൻറ്റർ ഓഫ് മാസ് ഓഫ്, ഓക്കെ, പുഷ് ചെയ്യുന്നൊരു കേസാണ്, ശ്രദ്ധിച്ചോട്ടോ. ഇഫ് പാർട്ടിക്കിൾ ഓഫ് മാസ് m1 is pushed towards the center of mass of the particle through a distance d, by what distance should the particle of mass m2 move so as to keep the center of mass at the original position? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, വളരെ സിമ്പിൾ ആണ്. വളരെ 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 സിമ്പിൾ ആണ്. ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാൾ m1 ഉണ്ട്. ശ്രദ്ധിച്ചോ, ഇവിടെ ഒരാൾ m2 ഉണ്ട്. നോക്കിയേ, ഇവിടെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാളെ നമ്മൾ പുഷ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? d ഡിസ്റ്റൻസ് പുഷ് ചെയ്തു. സോ ഇഫ് ദിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x1, this is at a distance x2, m2 is at a distance x2. നമ്മൾ പുഷ് ചെയ്തു. എത്ര ദൂരം പുഷ് ചെയ്തു ശ്രദ്ധിച്ചോട്ടോ. ഡെൽറ്റ x1 ദൂരം പുഷ് ചെയ്തു. അത് d ആണ്. ഓക്കെ, ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു d. ക്ലിയർ ആണോ? ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു d. പോപ്പി ബോയ്, ഹായ് സാർ. ഓക്കെ, ഹായ് സാർ. അറിയും. പോപ്പി ബോയ് പേരെന്താ? യഥാർത്ഥത്തിലുള്ള പേരെന്താ? യെസ്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഡെൽറ്റ x1 ഞാൻ കൊടുത്തേ, കാരണം m1 ഈസ് പുഷ്ഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് മാസ് ബൈ എ ഡിസ്റ്റൻസ് d എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു d ആണ്. ആൻഡ് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്, what distance should the mass second particle should be moved so as to keep the center of mass in the original position. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിന് ഒരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നില്ല കേട്ടോ. സോ ഡെൽറ്റ എക്സ് സെൻറ്റർ ഓഫ് മാസ് 0 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ എക്സ് 2 ആണ്. അത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് സെക്കൻഡ് മാസ്, അതാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആരോടും ചോദിക്കേണ്ട, നമുക്കറിയാം. അതെത്രയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണെന്ന് നമുക്കറിയാം. സോ നമുക്കിവിടെ ഡെൽറ്റ എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എക്സ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1 ഇൻറ്റു ഡെൽറ്റ x1 സിമിലർലി പ്ലസ് m2 ഇൻറ്റു ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് എഴുതാം. അപ്പോൾ ഇതിന് മറ്റേതിന് സിമിലർ ആയിട്ട് ഇങ്ങനെ എഴുതാം. സോ വാട്ട് ഈസ് ഡെൽറ്റ എക്സ് സെൻറ്റർ ഓഫ് മാസ്? ഈ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നില്ലല്ലോ. സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യരുത് എന്നാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ടു കീപ് ദ സെൻറ്റർ ഓഫ് മാസ് ഇൻ ഒറിജിനൽ പൊസിഷൻ, പഴയ പൊസിഷനിൽ ഇരുത്തണമല്ലോ. അപ്പോൾ ഡെൽറ്റ എക്സ് സി എം എന്ത് വരും? അത് 0 ആണ്. നോക്കിയേ, ഇത് 0 ആണ്. ദിസ് ഈസ് 0. സോ m1 ഇൻറ്റു വാട്ട് ഈസ് ഡെൽറ്റ x1? ഡെൽറ്റ x1 ഈസ് d. കാരണം ഫസ്റ്റ് പാർട്ടിക്കിളിൽ നമ്മൾ d ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ d ആണ്. അപ്പോൾ d ആണ് പ്ലസ് വാട്ട് ഈസ് m2? m2 ഈസ് m2 ഇൻറ്റു വാട്ട് ഈസ് ഡെൽറ്റ x2? ഡെൽറ്റ x2 കണ്ടുപിടിക്കണം അല്ലേ. അത് കണ്ടുപിടിച്ചാലേ കാര്യമുള്ളൂ. പ്ലസ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഒന്നും നോക്കണ്ട, ഇത് ഇങ്ങോട്ട് വന്നാൽ ഇത് പോയി അല്ലേ. സോ എന്ത് വരും? m1 ഇൻറ്റു d പ്ലസ് m2 ഇൻറ്റു ഡെൽറ്റ x2 ഈസ് ഈക്വൽ ടു 0. 0 ആയിപ്പോയി അല്ലേ.
So what is delta x2? Delta x2 is equal to minus m1 into d divided by m2. ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോവാ, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക അല്ലേ. ആൻസർ എന്താ? m1d by m2 വരും അല്ലേ. ആകുമ്പോൾ നമുക്ക് മൈനസ് ഒന്നും ഇല്ലെങ്കിലും കാര്യങ്ങൾ അതേപോലെ വന്നാൽ മതി അല്ലേ. m1d by m2 അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. കിട്ടിയോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആണ് അല്ലേ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആണ്, ഇത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ മൂവ് ചെയ്തു എന്ന് വിചാരിച്ചു. ഇതിൻ്റെ പൊസിഷനിൽ m1 ഒരു ഡെൽറ്റ എക്സ് കൊണ്ട് കുഞ്ഞു ദൂരം മൂവ് ചെയ്യിച്ചു, മറ്റേനെ കുറച്ച് മൂവ് ചെയ്യിച്ചു. സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡെൽറ്റ എക്സ് സെൻറ്റർ ഓഫ് മാസ് 0 എന്ന് എഴുതി. വാട്ട് ഈസ് ഡെൽറ്റ x2? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തിലേക്ക് എത്താം? ആൻസറിലേക്ക് എത്താം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ അല്ലേ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്തേ. എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്തേ. ഇഫ് ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് എ റോഡ്, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 2002 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വർക്കൗട്ട് ചെയ്തേ. 2002 മെഡിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വർക്കൗട്ട് ചെയ്തേ. യെസ്. If the linear density mass per unit length of a rod of length 3 meter is proportional to x, where x is the distance from one end of the rod, the distance of center of gravity of the rod from this end is. ഒരു റോഡ് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ട്രിക്കി ക്വസ്റ്റ്യൻ ഒന്നുമില്ല, പക്ഷേ ട്രിക്കൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്. അപ്പോൾ ഇതൊരു റോഡ് ഉണ്ട്, ഇത് x = 0 ആണ്, ഇതിൻ്റെ ഫൈനൽ x = 3 ആണ്, ലെങ്ത് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതൊരു ലീനിയർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ബോഡിയാണ്. നോക്കിയേ, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മുടെ NCERT പറയുന്നൊരു കേസാണ് അല്ലേ. ഈ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കേസിൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് സാധാരണ നമ്മൾ മറ്റേ പഠിച്ച ആ ഇക്വേഷൻ അല്ല, ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ച NCERT ഇൻ്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് മാസ്. അപ്പോൾ ചോദിക്കുക, എന്താണ് ഈ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ? നമുക്കിപ്പോൾ ഒരു ഡമ്പൽ എടുക്കാം. നമ്മൾ ഡമ്പലില്ലേ, ഇപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ മാസ് ഇങ്ങനെ മാറി മാറി അവിടേക്ക് എത്തുമ്പോഴേക്കും ഇങ്ങനെ ഉരുണ്ട് വരും. ഡമ്പലില്ലേ, നമ്മളിങ്ങനെ അങ്ങനെ പിടിക്കില്ലേ, അതിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഡമ്പല്ലേ, അതേപോലെ വേറെ നോൺ യൂണിഫോം ഷേപ്പുള്ള ബോഡികൾ, ഇതിലൊക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം. മാസ് വേരി ചെയ്യുന്നൊരു കേസ്. അപ്പോൾ ഇവിടെ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ഈ ലീനിയർ ഡെൻസിറ്റി ഒക്കെ തരുന്ന കേസിലല്ലേ നമ്മൾ ഇത് ഉപയോഗിച്ചാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ലീനിയർ ഡെൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു എക്സ് ഉണ്ട്. ഈ ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാസ് ബൈ ലെങ്ത് ആണ്. ലീനിയർ ഡെൻസിറ്റി മാസ് ബൈ ലെങ്ത്. ഓക്കെ, മാസ് ബൈ ലെങ്ത്. സോ യെസ്, അപ്പോൾ മാസ് ബൈ ലെങ്ത് ആണ്. സോ ഡി എം ബൈ ഡി എക്സിനെയാണ് നമ്മൾ ലീനിയർ ഡെൻസിറ്റി എന്ന് വിളിക്കുക, മാസ് ബൈ ലെങ്ത്. സോ ഡി എം ബൈ ഡി എക്സ് ഇസ് പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഡി എം ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു നമുക്കൊരു കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എക്സ് എഴുതാം. കാരണം പ്രപ്പോർഷണാലിറ്റി മാറ്റി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ചേർത്തു. സോ ഡി എം ഈസ് ഈക്വൽ ടു കെ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? കെ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. സോ ഡി എം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മറ്റേ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്ത് വരും? സോ എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു, അതാണ് ചോദ്യം കേട്ടോ, ഇൻ്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം ആണ്. അതിൽ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒന്നും നോക്കിയില്ല. ഇൻ്റഗ്രൽ എക്സ് ഡി എം, എക്സ് അവിടെ നിൽക്കട്ടെ, ഡി എം എന്ന് പറഞ്ഞാൽ കെ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ കെ എക്സ് ഡി എക്സ് അല്ലേ. കെ എക്സ് ഡി എക്സ്, ഓക്കെ, കെ എക്സ് ഡി എക്സ് വരും. ഇതിൽ കെ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്താൽ ഈ കെയും പോയി. അപ്പോൾ ദിസ് ബിക്കംസ് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. എവിടുന്ന് എവിടം വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 3 വരെ ആണ് ഇതിൻ്റെ നീളം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമല്ലോ. സോ 0 മുതൽ 3 വരെ, ഇവിടെയും 0 മുതൽ 3 വരെ നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തേ. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്താ? അത് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്? അത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. വിത്തിൻ ദ ലിമിറ്റ്സ് 0 ടു 3, വിത്തിൻ ദ ലിമിറ്റ്സ് 0 ടു 3. ഇതിനൊന്ന് സോൾവ് ചെയ്തേ, എന്താ ആൻസർ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു വിത്തിൻ എക്സ് ക്യൂബ് ബൈ 3 അല്ല, അപ്പോൾ ലിമിറ്റ് കൊടുത്ത് ഞാൻ ഒന്നുകൂടി എഴുതാം. എക്സ് ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ്സ് 0 ടു 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 ടു 3. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അപ്പർ ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതിയല്ലോ. 3 ക്യൂബ് ബൈ 3
ഡിവൈഡഡ് ബൈ 3² 2 അല്ലേ. ഒന്ന് റെസിപ്രോക്കൽ എടുത്തേ. അപ്പോൾ എന്ത് വരും? ഇംപ്ലൈസ് 3³ 3 × 2/3². ഇതും കട്ട് ചെയ്ത് പോയാൽ 6/3 ആൻഡ് ആൻസർ ഈസ് 2/1. സോ 2/1 എന്ന് പറയുമ്പോൾ 2 വരും അല്ലേ. സോ വാട്ട് ഈസ് എക്സ് സെൻറ്റർ ഓഫ് മാസ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലേ. സോ വാട്ട് വേർ ദ സെൻറ്റർ ഓഫ് മാസ് റിസൈഡ്സ് ഓർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി റിസൈഡ്സ്? 2 ആൻസർ. സൽമാൻ കറക്റ്റാണ്. 2 നമ്മുടെ ആൻസർ വരിക, 2. സോ ഇത് ഈ ഒരു മോഡലിൽ ലീനിയർ മാസ് ഡെൻസിറ്റി തരുന്ന ഇങ്ങനെയുള്ള മോഡലുകളിലെ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. അതും എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഇതൊക്കെ ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ആൾവേസ് കോയിൻസൈഡ്സ് വിത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി. ഈ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും, വാട്ട് ഈസ് സെൻറ്റർ ഓഫ് മാസ്? ഇറ്റ് ഈസ് എ പോയിന്റ് വേർ ഹോൾ മാസ് ഓഫ് ദി ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഈ ബോഡിയുടെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിനെയാണ് എന്തെന്ന് വിളിക്കുക? സെൻറ്റർ ഓഫ് മാസ് വിളിക്കുക. വാട്ട് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ് വേർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട്സ് ഓർ നെറ്റ് വെയിറ്റ് ഓഫ് ദി ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്, അങ്ങനെ പറയാം അല്ലേ. മറ്റേ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്, ഇത് മുഴുവൻ വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് അല്ലേ. സോ അത് രണ്ടും ഒരേ പോയിന്റിൽ വരും. എപ്പോൾ? ബോഡി സ്മോൾ ആണെങ്കിൽ അത് രണ്ടും ഒരേ പോയിന്റിൽ വരും. അപ്പോൾ ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ്. സെൻറ്റർ ഓഫ് മാസ് ആൾവേസ് കോയിൻസൈഡ്സ് വിത്ത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബോഡി വളരെ സ്മോൾ ആണെങ്കിലേ അവിടെ കോയിൻസൈഡ് ചെയ്യുള്ളൂ. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഈസ് ദ, അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ. വളരെ സ്മോൾ ആണെങ്കിൽ കോയിൻസൈഡ് ചെയ്യുള്ളൂ. ആൾവേസ് കോയിൻസൈഡ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഓൺ എ ബോഡി ഈസ് 0. അത് എന്തിൻ്റെ ഡെഫിനിഷനാണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഡെഫിനിഷൻ ആട്ടോ. ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക്, ഈ ഗ്രാവിറ്റേഷണൽ എന്ന് കയറി കഴിഞ്ഞാൽ അത് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ആണ്. അപ്പോൾ അതും തെറ്റാണ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ അല്ല കേട്ടോ ഡെഫിനിഷൻ വരുന്നത്. എ കപ്പിൾ ഓൺ എ ബോഡി പ്രൊഡ്യൂസ് ബോത്ത് ട്രാൻസ്ലേഷണൽ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. തെറ്റാണ്. ട്രാൻസ്ലേഷണൽ മോഷൻ ഒരിക്കലും കപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്താണ് ഈ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് മുകളിലോട്ട് ഒരു ഫോഴ്സ് താഴോട്ട്, അതിൻ്റെ ഇടയിൽ ഒരു പെർപെൻഡിക്കുലർ ദൂരം. ഇതൊരിക്കലും ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാക്കില്ല. ഇത് എപ്പോഴും ഉണ്ടാക്കുന്നത് ഏത് മോഷൻ ആയിരിക്കും? റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. അതൊരിക്കലും ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാക്കില്ല. ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് മോഷൻ അല്ലേ, അതൊരിക്കലും ഉണ്ടാവില്ല. ഇത് കറങ്ങാൻ മാത്രമേ ഇതിന് സഹായിക്കൂ. അപ്പോൾ ഇതും തെറ്റാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1 മീൻസ് ദാറ്റ് സ്മോൾ എഫേർട്ട് ക്യാൻ ബി യൂസ് ടു ലിഫ്റ്റ് എ ലാർജ് ലോഡ്. വളരെ ശരിയാണ് അല്ലേ. എന്താ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൽക്രം അല്ലേ, നമ്മൾ സീസോക്ക് അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ഒരു ഫോഴ്സ് F1, ഇവിടെ ഒരു ഫോഴ്സ് F2, ഈ ഡിസ്റ്റൻസ് D1, ഇത് നമ്മൾ ഫൽക്രം എന്ന് വിളിക്കും അല്ലേ. ഇത് ഡിസ്റ്റൻസ് D2. ഇവിടെ F1/F2 ഈസ് ഈക്വൽ ടു D2/D1. ദിസ് റേഷ്യോ ഈസ് കോൾഡ് ആസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA അല്ലേ. MA ഈസ് ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനർത്ഥം എന്താണ്? ദാറ്റ് സ്മോൾ എഫേർട്ട് ക്യാൻ ബി യൂസ് ടു ലിഫ്റ്റ് എ ലാർജ് ലോഡ്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് അല്ലേ. കറക്റ്റാണ്. സൽമാൻ കറക്റ്റാണ്. ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സൽമാൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Two bodies of mass 1 kilogram and 3 kilogram have position vectors given. പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ M1 1 കിലോഗ്രാം 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. നോക്കി എത്ര സിമ്പിളാണ്. R1 പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് I + 2j + k ആണ്. What is M2? M2 is 3 kilogram. And what is R2? R2 is -3i -2j + k അല്ലേ. വാട്ട് ഈസ് എ സെൻറ്റർ ഓഫ് മാസ്? വളരെ സിമ്പിൾ. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? ആർ സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു M1 R1 വെക്റ്റർ പ്ലസ് M2 R2 വെക്റ്റർ ഡിവൈഡഡ് ബൈ M1 + M2 ആൻഡ് ദാറ്റ് ഈസ് 1 × I + 2j + k പ്ലസ് 3 × -3i -2j + k ഡിവൈഡഡ് ബൈ 1 + 3. ആൻസർ എന്താ? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ആൻസർ ഈസ് നമുക്ക് എന്ത് കിട്ടും? ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അല്ലേ. I + 2j + k -9i -6i + 3k ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? I - 9i -8i 2j -6k -4i k + 4k divided by 4. Answer is -2i -j
പ്ലസ് കെ. ആൻസർ ഈസ് ഓപ്ഷൻ എ. റെഡി ആണോ? ഓപ്ഷൻ എ കിട്ടിയോ? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. എപ്പോഴും ഫിസിക്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കയറുക. നമ്മൾ തിയറി പഠിച്ചിട്ടോ ഇക്വേഷൻസ് പഠിച്ചിട്ടോ ഇരുന്നിട്ട് ഇനി കാര്യമില്ല. നമ്മൾ ഇനി എത്ര സമയം നമ്മൾ പഠിക്കുകയാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം. അതുമാത്രമാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം. NCERT ഫുള്ളിരുന്ന് റിവൈസ് ചെയ്യാം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കാം, ഹാപ്പി ആയിട്ട് ഇരിക്കാം, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.